ഹലോ മക്കളെ, നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത്. എക്സാമിന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. എല്ലാം തന്നെ കോഡ് വെച്ചാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പുതിയ കോഡുകൾ, രസകരമായ കോഡുകളൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുള്ളൂ. നമുക്കപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. ആദ്യത്തെ ചോദ്യം, പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാൻ. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാൻ പാർബതി ബറുവ. പാർബതി ബറുവയാണ്. ആസാമിലെ ഗൗരിപൂരിലെ അവസാന രാജാവായിട്ടുള്ള പ്രഗതീഷ് ചന്ദ്ര ബറുവയുടെ മകളായ പാർവതി ഹസ്തികന്യ എന്നും അറിയപ്പെടുന്നു. അപ്പൊ പാർവതി ബറുവയ്ക്ക് ഇപ്രാവശ്യം പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനാണ്. അപ്പൊ നമുക്കിത് ഓർക്കാൻ സുഖമാണ്. കാരണം പാർവതി, നമുക്ക് അറിയുന്ന ഒരു പാർവതി എന്ന് പറയുന്നത് പാർവതി ദേവിയാണ് അല്ലെ. പാർവതി ദേവിക്ക് അല്ലെങ്കിൽ തന്നെ ഒരു ആനയുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് ഇല്ലേ? കാരണം എന്താ, പാർവതിയുടെ മകനായിട്ടുള്ള ഗണപതി സ്വാമിക്ക് ആനയുടെ മുഖമാണ് അല്ലെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ പാപ്പാൻ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പാർവതിയുമായിട്ട് കണക്ട് ചെയ്യാം. ഇപ്പൊ ഇവിടെ പാർവതി അല്ല, പാർബതിയാണ്. എങ്കിലും നമുക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടില്ല. പാർബതി ബറുവ, അവർക്ക് ഇപ്രാവശ്യം എന്ത് ലഭിച്ചു? പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. അവര് ആസാമിൽ നിന്നുള്ള വ്യക്തിയാണെന്ന് ഓർക്കണം. അതേപോലെ തന്നെ ഹസ്തികന്യ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ പത്മ പുരസ്കാരങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കോഡ് വെച്ച് ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ, റിവിഷൻ പോലെ ഞാനൊന്ന് പറയാണ്. ഇപ്രാവശ്യം അതായത് 2024 ജനുവരിയിൽ എത്ര പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ നൽകിയത്? ടോട്ടല് 132 പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ നൽകിയത്. 5 പേർക്ക് പത്മവിഭൂഷൺ, 17 പേർക്ക് പത്മഭൂഷൺ, പിന്നെ 110 പേർക്ക് പത്മശ്രീ അല്ലെ. ടോട്ടല് 132. 5 പേർക്ക് മാത്രമേ പത്മവിഭൂഷൺ നൽകിയിട്ടുള്ളൂ. പത്മവിഭൂഷണാണ് ഏറ്റവും ഉയർന്നത് അല്ലെ. വിൻ എന്നുള്ളതിന്റെ വി ഉണ്ടല്ലോ. അപ്പൊ പത്മവിഭൂഷൺ ആണ് ഏറ്റവും ടോപ്പിലുള്ളത്. പിന്നെ പത്മഭൂഷൺ 17 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ 110 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ പത്മവിഭൂഷൺ നമ്മൾ എല്ലാവരുടെ പേരും പഠിച്ചിരിക്കണം. കാരണം ആകെ 5 പേരല്ലേ ഉള്ളൂ. ആ 5 പേരുടെ പേരും നമ്മൾ പഠിച്ചിരിക്കണം. അതിൽ ഒന്നാമത്തെ ആള് വെങ്കയ്യ നായിഡു ആണ്. വെങ്കയ്യ നായിഡുവിനെ അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. വെങ്കയ്യ നായിഡു. പിന്നെ പത്മ സുബ്രഹ്മണ്യം വൈജയന്തിമാല. അടുത്തത് ചിരഞ്ജീവിനെ നമുക്ക് അറിയുന്നതാണ്. പിന്നെ ബിന്ദേശ്വർ പഥക് നമ്മൾ ടോയ്ലറ്റ് മാൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ ബിന്ദേശ്വർ പഥക് എന്നുള്ളത്. അപ്പൊ 5 പേരുകൾ ആരൊക്കെയാണ്? വെങ്കയ്യ നായിഡു, പത്മ സുബ്രഹ്മണ്യം, വൈജയന്തിമാല, ചിരഞ്ജീവി, ബിന്ദേശ്വർ പഥക്. പഠിച്ചിട്ടില്ലാത്തവരെ എഴുതി വെച്ച് തന്നെ പഠിക്കാം. അതേപോലെ പത്മഭൂഷൺ ലഭിച്ചവർ, പത്മഭൂഷൺ 17 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ 17 പേരുകളും നമുക്ക് ഓർത്തു വെക്കാന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് അതുകൊണ്ട് മലയാളികളെ പഠിച്ചാൽ മതി. മലയാളികളുള്ള ആർക്കൊക്കെയാണ് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത്? 2 പേർക്കേ ലഭിച്ചിട്ടുള്ളൂ. ഒന്നാമത് നമ്മുടെ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള എം ഫാത്തിമ ബീവിക്കും 2 BJP നേതാവായിട്ടുള്ള ഒ രാജഗോപാലനും. അപ്പൊ 2 പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. മലയാളികളായിട്ടുള്ള 2 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് എം ഫാത്തിമ ബീവി, രണ്ടാമത്തത് ഒ രാജഗോപാലൻ. ഇനി പത്മശ്രീ പുരസ്കാരത്തിലേക്ക് വരുമ്പോൾ, പത്മശ്രീ പുരസ്കാരം ലഭിച്ചവരെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ, കോഡ് വെച്ച് പഠിച്ചതാണ്. 3 നാരായണന്മാരുണ്ട്. ആരൊക്കെയാണ്? മുനി നാരായണ പ്രസാദ് എന്നാണ് മുഴുവൻ പേര്. മുനി നാരായണൻ, EP നാരായണൻ, സത്യനാരായണൻ. മുനി നാരായണൻ, EP നാരായണൻ, സത്യനാരായണൻ എന്നുള്ളത് സത്യനാരായണ ബലേരി എന്നാണ് മുഴുവൻ പേരും. പക്ഷെ പഠിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പഠിച്ചാൽ മതി. മുനി നാരായണൻ, EP നാരായണൻ, സത്യനാരായണൻ. പിന്നെ ഒന്ന് ചിത്രൻ നമ്പൂതിരിപ്പാട്, സദനം ബാലകൃഷ്ണന്, അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായി. കിട്ടിയോ പേരുകൾ? 3 നാരായണന്മാർ വരുന്നുണ്ട്. മുനി നാരായണൻ, EP നാരായണൻ, സത്യനാരായണ ബലേരി. പിന്നെ ചിത്രൻ നമ്പൂതിരിപ്പാട്, സദനൻ ബാലകൃഷ്ണൻ, അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായി. ഇത്രയും പേരാണ്. അതിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് EP നാരായണൻ ശ്രദ്ധിക്കണം. കാരണം EP നാരായണൻ എന്നുള്ളൊരു തെയ്യം കലാകാരനാണ്. ആദ്യമായിട്ടാണ് ഒരു തെയ്യം കലാകാരന് പത്മശ്രീ ലഭിക്കുന്നത്. അപ്പൊ EP നാരായണൻ ആരാണ്? തെയ്യം കലാകാരനാണ്. അതേപോലെ തന്നെ സദനം ബാലകൃഷ്ണൻ എന്നുള്ളത് കഥകളി കലാകാരനാണ് സദനൻ ബാലകൃഷ്ണൻ എന്നുള്ളത്. അപ്പൊ ഇത്രയും പേരുകൾ നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കാം. അടുത്ത നമ്മൾ ചോദ്യത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഇപ്പൊ നാം പറഞ്ഞ പേര് മറക്കരുത്, പാർവതി ബറുവയ്ക്ക് എന്താണ് പ്രത്യേകത? പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനാണ് പാർവതി ബറുവ എന്നുള്ളത്. ആസാമിൽ നിന്നുള്ള വ്യക്തിയാണെന്നും കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി
സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? അപ്പൊ കോടതികൾ എന്നൊക്കെ പറയുന്നത് സാധാരണ കള്ളം അല്ലെ, കള്ളവുമായി ബന്ധപ്പെട്ടും കളവ് ചെയ്തവരൊക്കെയാണ് അല്ലെ നമ്മൾ കോടതികളിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുക. അപ്പൊ അങ്ങനെ കളവ് എന്നതിൽ നിന്നും കളമശ്ശേരി അല്ലെ, കളവ് ചെയ്തവരെയാണ് നമ്മൾ കോടതിയിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തി ശിക്ഷിക്കുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കളവ് എന്നതിൽ നിന്നും കളമശ്ശേരി എറണാകുളത്ത് കളമശ്ശേരിയിലാണ് ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത്. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിലെ ജുഡീഷ്യൽ സിറ്റി അല്ലെ, നമ്മൾ എന്തിനാണ് കോടതിയിൽ വരുന്നത്? കളവ് ചെയ്തവർക്കെതിരെയായിട്ടാണ് കോടതിയിൽ വരുന്നത്. അപ്പൊ കളമശ്ശേരി എറണാകുളത്താണ്. 60 കോടതികൾ ഉൾക്കൊള്ളുന്ന ഹൈക്കോടതി സമുച്ചയമാണ് നിർമ്മിക്കുന്നത്. അടുത്തത് മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്നുള്ളത്. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? എറണാകുളത്ത് മറൈൻ ഡ്രൈവില്. ആ പേര് നിങ്ങൾ നോക്കിയ മറൈൻ ഡ്രൈവ്, അതായത് ഡ്രൈവ് ചെയ്യുമ്പോൾ മറയോ എന്നുള്ള ശങ്ക അല്ലെ, ഡ്രൈവ് ചെയ്യുമ്പോൾ മറയോ എന്നുള്ള ശങ്ക അല്ലെ. അപ്പൊ മറൈൻ ഡ്രൈവിൽ എന്താണുള്ളത്? ജി ശങ്കരക്കുറുപ്പിന്റെ സ്മാരകമാണ്. ജി ശങ്കരക്കുറുപ്പിന്റെ, കാരണം നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അയ്യോ മറയോ എന്നുള്ളൊരു ശങ്ക ഉണ്ടാവൂലേ. അപ്പൊ മറൈൻ ഡ്രൈവിലുള്ളത് ജി ശങ്കരക്കുറുപ്പിന്റെ സ്മാരകമാണ്. ഈ സ്മാരകത്തെ മഹാകവി ജി സ്മാരകം എന്നാണ് അറിയപ്പെടുന്നത്. മഹാകവിയുടെ ജീവിതം, പ്രധാന കവിതകൾ എന്നിവ ആധാരമാക്കിയിട്ടുള്ള ചിത്രീകരണങ്ങൾ ഉൾപ്പെടുന്ന ആർട്ട് ഗാലറി, ഓടക്കുഴൽ ശില്പം, സാംസ്കാരിക നിലയം, ലൈബ്രറി എന്നിവ അടങ്ങുന്നതാണ് സ്മാരകം. ജസ്റ്റ് ഒന്നും മനസ്സിലാക്കാനില്ല. അതായത് ജി ശങ്കരക്കുറുപ്പിന്റെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മറൈൻ ഡ്രൈവിലാണ്. അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിൽ ആരുടെ സ്മാരകമാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ജി ശങ്കരക്കുറുപ്പിന്റെ സ്മാരകമാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് നമ്മുടെ സാമൂഹിക മാധ്യമമായ ഫേസ്ബുക്കിന് ഇപ്പോൾ 20 വയസ്സ് തികഞ്ഞു. എത്ര വയസ്സ് തികഞ്ഞു? 20 വയസ്സ് തികഞ്ഞു. അപ്പൊ നിങ്ങൾ ഫേസ്ബുക്ക് എന്നൊക്കെ പറയുമ്പോഴേ ഒരു 20, ഇപ്പൊ എല്ലാതും ഓൺലൈനിൽ കൂടെ പലതരത്തിലുള്ള ചീറ്റിങ്ങുകൾ നടക്കുന്നതാണല്ലോ. അപ്പൊ 20 വയസ്സൊക്കെ ആയെങ്കിൽ മാത്രമേ ഇനി ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് ജസ്റ്റ് വിചാരിക്കുക. അപ്പൊ 20 വയസ്സ് തികഞ്ഞു ഫേസ്ബുക്കിന്. 2004 ഫെബ്രുവരി 4 മാർക്ക് സക്കർബർഗ് ഈ സ്ഥാപനം ആരംഭിച്ചത്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആരംഭിച്ചത്. 2004, ആ ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. 2004 ഫെബ്രുവരി 4. അത് 2004 ഫെബ്രുവരി 4. അത് നമുക്ക് പഠിക്കാൻ സുഖമാണ്. 4/2/4 നാലാമത്തെ ഡേറ്റ്, 2ാമത്തെ മാസം, 4ാമത്തെ വർഷം അല്ലെ. 2004 4/2/4 എന്ന് ഓർത്താൽ മതി. അതായത് 2004 ഫെബ്രുവരി 4 മാർക്ക് സക്കർബർഗും സുഹൃത്തുക്കളും ചേർന്ന് ഫേസ്ബുക്ക് ഡിജിറ്റൽ ലോകത്ത് അവതരിപ്പിക്കുന്നത്. ഇനി 2021 ഫേസ്ബുക്ക് മെറ്റ എന്ന മാതൃകാ കമ്പനിയുടെ അധീനതയിലായി. അതും കൂടി ജസ്റ്റ് ഓർത്തിരിക്കുക. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലേക്കാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. 2021 2021 ഫേസ്ബുക്ക് മെറ്റ എന്ന മാതൃ കമ്പനിയുടെ അധീനതയിലായി. 2023 റിപ്പോർട്ട് പ്രകാരം ഫേസ്ബുക്കിന്റെ ഒരു മാസത്തെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് 300 കോടിയിലേറെയാണ്. 300 കോടിയിലേറെയാണ് ഒരു മാസത്തെ ഉപയോക്താക്കൾ എന്ന് പറയുന്നത് 2023 കണക്ക് പ്രകാരം. അപ്പൊ എന്തൊക്കെ നമുക്കിവിടെ പഠിക്കാനുണ്ട്? ഇപ്പൊ 20 വർഷം അല്ലെ, 20 വയസ്സ് തികഞ്ഞു. ഫേസ്ബുക്ക് തുടങ്ങിയിട്ട് 20 വർഷമായെന്ന് ഓർത്തിരിക്കണം. 2004 ഫെബ്രുവരി 4 ആരൊക്കെ ചേർന്നിട്ട്? മാർക്ക് സക്കർബർഗിന്റെ പേര് മാത്രമേ ചോദിക്കാറുള്ളൂ. അദ്ദേഹവും സുഹൃത്തുക്കളും ചേർന്നാണ് ഫേസ്ബുക്ക് ഡിജിറ്റൽ ലോകത്ത് അവതരിപ്പിച്ചത്. 2021 ഇത് ഫേസ്ബുക്ക് മെറ്റ എന്ന മാതൃ കമ്പനിയുടെ അധീനതയിലായി എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 2024 ഫെബ്രുവരി 14 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ഏതാണെന്നാണ് ചോദ്യം. 2024 ഫെബ്രുവരി 14 ഒരു പ്രത്യേകത ഉണ്ടല്ലോ, വാലന്റൈൻസ് ഡേ ആണ് അല്ലെ. അന്നത്തെ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഹിന്ദു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. എവിടെയാണ്? അബുദാബിയിലാണ്. ആ ക്ഷേത്രം ബാബ്സ് ഹിന്ദു മന്ദിർ എന്നാണ്. പേരെന്താണ്? ബാബ്സ് ഹിന്ദു മന്ദിർ. അപ്പൊ ഇവിടെ ഇന്ത്യയിൽ ഒന്നല്ല അല്ലെ, എവിടെ പോയിട്ടാണ്? അബുദാബിയിൽ പോയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്ഥലത്തല്ലാത്ത, നമ്മൾ സാധാരണ ഇപ്പൊ നമ്മുടെ ഒരു സ്ഥലമല്ല, വേറൊരാളുടെ സ്ഥലമാണ്. അവിടെ കയറി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും, നിന്റെ അച്ഛന്റെ വകയാണോ സ്ഥലം? അല്ലെങ്കിൽ നമ്മൾ റോട്ടിൽ കയറി എന്തെങ്കിലും ചെയ്യുമ്പോൾ ചോദിക്കാറില്ലേ, ഈ റോഡ് എന്താ നിന്റെ അച്ഛന്റെ വകയാണോ എന്നൊക്കെ നമ്മൾ ഇത് കോഡിന് വേണ്ടി പറയുന്നതാണ്, വേറൊന്നും വിചാരിക്കരുത്. അപ്പൊ നമ്മുടെ സ്ഥലത്ത് പോയിട്ടല്ലല്ലോ ഹിന്ദു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. എവിടെ പോയിട്ടാണ്? നമ്മുടെ അബുദാബിയിൽ പോയിട്ട് ആയിട്ടാണല്ലേ. അപ്പൊ ജസ്റ്റ് അങ്ങനെ ഓർത്താൽ മതി. ബാബ്സ് എന്നുള്ളത് നിന്റെ അല്ലെ, ബാപ്പയുടെ വകയാണോ? ബാബ്സ് കോഡിന് വേണ്ടി പറയുന്നതാണ്, വേറൊന്നും വിചാരിക്കരുത്. ബാബ്സ് ഹിന്ദു മന്ദിർ അബുദാബി.
2024 ഫെബ്രുവരി 14 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ബാബ്സ് ഹിന്ദു മന്ദിർ ആണ്, അബുദാബിയിലാണ്. ഇത് UAE സർക്കാർ സൗജന്യമായി നൽകിയ 27 ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം പണിതെന്ന് ഓർക്കുക. ഇനി ബാബ്സിന് ഒരു ഫുൾ ഫോം ഉണ്ട്, ബാബ്സ് എന്നുള്ളതിന് ഒരു ഫുൾ ഫോം ഉണ്ട്, അത് BAPS അല്ലെ, ബാബ്സ്. അതിന്റെ ഫുൾ ഫോം ബോച്ച സൻവാസി അക്ഷർ പുരുഷോത്തം സ്വാമി നാരായൺ സംസ്ഥ. പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് കേട്ടാൽ മതി. ഇനി 700 കോടിയായിരുന്നു ഇതിന്റെ മൊത്തം ചെലവ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. പിന്നെ UAE-യിലെ 7 എമിറേറ്റുകളെ പ്രതിനിധാനം ചെയ്യുന്ന 7 ഗോപുരങ്ങളും ക്ഷേത്രത്തിലുണ്ട്. UAE-യിലെ 7 എമിറേറ്റുകളെ പ്രതിനിധാനം ചെയ്യുന്ന 7 ഗോപുരങ്ങളും ക്ഷേത്രത്തിലുണ്ട് എന്നുള്ള കാര്യം കൂടിയും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, വിലക്കയറ്റത്തിൽ നിന്നും സാധാരണക്കാരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ വിപണിയിലെത്തിച്ച അരിയുടെ പേര്. വിലക്കയറ്റത്തിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ വിപണിയിൽ എത്തിച്ച അരിയുടെ പേര് ഭാരത് അരി എന്നുള്ളതാണ്. ഭാരത് അരി നമുക്ക് ഒരു തവണ കേട്ടാൽ നമ്മുടെ മനസ്സിൽ നിൽക്കുമല്ലോ, ഭാരത് അരി. കിലോഗ്രാമിന് 29 രൂപ നിരക്കിൽ 5 കിലോയുടെയും 10 കിലോയുടെയും പാക്കറ്റുകളിലാക്കിയിട്ടാണ് വിതരണം. സംസ്ഥാനത്ത് തൃശ്ശൂരിലാണ് ആദ്യ വിൽപ്പന. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാലോ തൃശ്ശൂരിൽ ആരാണ് ജയിച്ചിട്ടുള്ളത് അല്ലെ, BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയാണ് ജയിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മതി. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ വിതരണം തൃശ്ശൂരിലാണ് നടക്കുന്നത് എന്ന് ഓർക്കാം. വിലക്കയറ്റത്തിൽ നിന്നും സാധാരണക്കാരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ വിപണിയിൽ എത്തിച്ച അരിയുടെ പേരെന്താണ്? ഭാരത് അരി എന്നാണ്. കിലോഗ്രാമിന് 29 രൂപ നിരക്കിൽ 5-ന്റെയും 10-ന്റെയും 10 കിലോയുടെയും 5 കിലോയുടെയും 10 കിലോയുടെയും പാക്കറ്റുകളിലായിട്ടാണ് വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്ത് തൃശ്ശൂരിലാണ് ആദ്യത്തെ വിൽപ്പന നടന്നത്. അടുത്തത്, രാജ്യത്ത് ആകാശവാണി പരിപാടികൾ ജനപ്രിയമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച വ്യക്തി അന്തരിച്ചു. അദ്ദേഹം ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആകാശവാണി പരിപാടികൾ ജനപ്രിയമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരു വ്യക്തി അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര് അമീൻ സയാനി എന്നാണ്. അമീൻ സയാനി. അപ്പൊ ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അല്ലെ, ആകാശവാണിയെ സഹായിച്ച വ്യക്തി സയാനി, ആകാശവാണിയെ സഹായിച്ച വ്യക്തി സയാനി, ആകാശവാണിയെ സഹായിച്ച വ്യക്തി സയാനിയാണ്, അമീൻ സയാനിയാണ് എന്ന് ഓർത്തിരിക്കുക. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഓർത്താൽ മതി. എന്നാലും ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ലേ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ ഉള്ളത് ഏത് ഭാഷയിലാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത് മുമ്പത്തെ PSC ഒരു സ്ഥിരം ചോദ്യമായിരുന്നു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ ഉള്ളത് ഏത് ഭാഷയിലാണെന്ന്. ഇപ്പൊ നിലവിലത്തെ കണക്ക് പ്രകാരവും ഹിന്ദി ഭാഷയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ ഉള്ളത്. 4496 പത്രങ്ങളാണ് ഹിന്ദി ഭാഷയിൽ പ്രചാരത്തിലുള്ളത്. എത്ര പത്രങ്ങൾ? 4496 ഹിന്ദി ഭാഷയിലാണെന്ന് ഓർത്താൽ മതി. രണ്ടാം സ്ഥാനം ഉറുദുവിനാണ്. 1123 പത്രങ്ങൾ. ഇതൊന്നും എണ്ണമൊന്നും പഠിച്ചില്ലെങ്കിലും ഒന്നാം സ്ഥാനം ഹിന്ദിക്കും 2ാം സ്ഥാനം ഉറുദുവിനാണെന്നും ഓർത്തിരിക്കുക. അടുത്തത്, അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമായ ലോക്പാലിന്റെ അധ്യക്ഷനായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണത്. അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമായിട്ടുള്ള ലോക്പാലിന്റെ അധ്യക്ഷനായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? AM ഖാൻ വിൽക്കർ ആണ്. ഖാൻ വിൽക്കർ. അദ്ദേഹം സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജിയായിരുന്നു ഖാൻ വിൽക്കർ അല്ലെ. വിൽക്കർ എന്ന് പറയുമ്പോൾ എന്തിനും വില്ലിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ അല്ലെ. വിൽക്കർ എന്തിനും വില്ലിംഗ് ആണ്. നമുക്കറിയാം ലോക്പാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മേലെ അഴിമതി വിരുദ്ധ സംഘടനയാണ്. അപ്പൊ അഴിമതി എന്നൊക്കെ പറയുമ്പോൾ സർക്കാർ തലത്തിലൊക്കെ പല അഴിമതി ചെയ്ത വ്യക്തികളെയും പിടിക്കേണ്ടി വരും. അപ്പൊ വലിയ പോസ്റ്റിലിരിക്കുന്ന വ്യക്തികളെ ആയിരിക്കും അറസ്റ്റ് ചെയ്യേണ്ടി വരാം. അപ്പൊ എന്തിനും വില്ലിംഗ് ആയിട്ട് നിൽക്കണം അല്ലെ. എന്തിനും വില്ലിംഗ് ആയി നിൽക്കണം. ലോക്പാലിന്റെ അധ്യക്ഷൻ എന്നൊക്കെ പറയുന്നത് എന്തിനും വില്ലിംഗ് ആയിരിക്കണം. ഏത് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാനും അല്ലെ, അത് രാഷ്ട്രീയത്തിലാണെങ്കിലും സർക്കാർ തലത്തിലാണെങ്കിലും ഏത് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി എടുക്കാൻ വില്ലിംഗ് ആയ ഒരു വ്യക്തി ആയിരിക്കണം. അതുകൊണ്ട് തന്നെ വിൽക്കർ ആണ് ഇപ്പോൾ ലോക്പാലിന്റെ അധ്യക്ഷനായിട്ട് നിയമിതനായത്. ജസ്റ്റിസ് AM ഖാൻ വിൽക്കർ. അപ്പോൾ ഇതിന് മുമ്പത്തെ അധ്യക്ഷൻ ആരായിരുന്നു? മുൻപത്തെ അധ്യക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ലോക്പാലിനെ കുറിച്ച് പഠിച്ചപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, പിനാക്കി ചന്ദ്രഘോഷ് അല്ലെ. പിനാക്കി ചന്ദ്രഘോഷിന്റെ പിൻഗാമിയാണ് ഖാൻ വിൽക്കർ എന്നുള്ളത്. പിനാക്കി ചന്ദ്രഘോഷിന്റെ പിൻഗാമി. അദ്ദേഹം ഈ പിനാക്കി ചന്ദ്രഘോഷ് എന്നുള്ളത് 2022 മെയ്യിൽ വിരമിച്ചിട്ടുണ്ടായിരുന്നു. 2022 മെയ്യിൽ വിരമിച്ചാണ്. പിന്നെ അതിനുശേഷം അതിലെ ജുഡീഷ്യൽ അംഗമായിട്ടുള്ള ജസ്റ്റിസ് PK മൊഹന്തി
ജസ്റ്റിസ് പി കെ മൊഹന്തിയാണ് ആക്ടിംഗ് ചെയർമാനായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്നത്. അതിലെ ജുഡീഷ്യൽ അംഗമായിട്ടുള്ള പി കെ മൊഹന്തി ആയിരുന്നു ആക്ടിംഗ് ചെയർമാനായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇപ്പോഴാണ് ആരെ സെലക്ട് ചെയ്തത്? എം ഖാൻ വിൽക്കറിനെ സെലക്ട് ചെയ്തത്. അപ്പൊ ഇതിന് മുമ്പ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പിനാക്കി ചന്ദ്രഘോഷ് ആണ്. പിനാക്കി ചന്ദ്രഘോഷ് ആണ്. അദ്ദേഹം 2022 മെയ്യിൽ വിരമിച്ചു. ആ സമയത്ത് മുതൽ പിന്നെ ഇപ്പൊ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത് വരെ അതിലെ ജുഡീഷ്യൽ അംഗമായിട്ടുള്ള ജസ്റ്റിസ് പി കെ മൊഹന്തിയാണ് ആക്ടിംഗ് ചെയർമാനായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്നത് എന്ന കാര്യം കൂടി ജസ്റ്റ് ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ നമുക്കറിയാം ഡിജിറ്റൽ സാക്ഷരത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അല്ലേ ഡിജിറ്റൽ വേൾഡ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര നമ്മുടെ കണ്ണിന് വളരെയധികം സ്ട്രെയിൻ കൊടുക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. നമുക്ക് ഒരുപാട് നേരം ഡിജിറ്റൽ ഇതിൽ നമ്മൾ ലാപ്ടോപ്പിലാണെന്നുണ്ടെങ്കിലും അല്ല കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിലും എന്തിലാണെങ്കിലും ടി വിയിലടങ്ങാണെങ്കിൽ പോലും അധികം സമയം നോക്കിയിരുന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ വരും ഇല്ലേ. കണ്ണ് തള്ളിപ്പോകുന്നോർക്കാം. മുഴുവൻ സമയം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയുമ്പോൾ കണ്ണൊക്കെ തള്ളിപ്പോകും. അത് കഴിയുമ്പോഴേക്കും കണ്ണൊക്കെ തള്ളിപ്പോകുന്ന ഓർക്കുക. അപ്പൊ കണ്ണൂരിലെ തളിപ്പറമ്പ്, കണ്ണ് തള്ളിപ്പോകും എന്നതിലും കണ്ണൂരിലെ തളിപ്പറമ്പ് നിയോജക മണ്ഡലമാണ് സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയാണ്. സമ്പൂർണ്ണമായിട്ട് അല്ലെ സാക്ഷരത കൈവരിക്കാൻ ഡിജിറ്റലില്. അപ്പൊ നമ്മൾ കുറെ സമയം അതിൽ സ്പെൻഡ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ എന്താവും? തള്ളിപ്പോവും. അപ്പൊ കണ്ണൂരിലെ തളിപ്പറമ്പാണ് ആ നിയോജക മണ്ഡലം എന്ന് ഓർത്തിരിക്കുക. ഇനി മുഴുവൻ പേരെയും ഡിജിറ്റൽ സാക്ഷരതയുള്ളവരാക്കാൻ വേണ്ടി അവരാരംഭിച്ച ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് ഇഡം എന്നുള്ളത്. ഇഡം, EDAM, ഇഡം അല്ലെ. അപ്പൊ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ എന്നുള്ളതാണ്. ഇഡത്തിന്റെ ഫുൾ ഫോം എന്താണ്? എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ എന്നുള്ളതാണ് ആ പദ്ധതിയുടെ പേര്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായിട്ട് തളിപ്പറമ്പ്, കണ്ണൂർ. ഇത് കുറെ പഠിക്കാൻ വരും. കുറെ ഡിജിറ്റൽ സാക്ഷരത, പിന്നെ കുറെ ആ സാക്ഷരത ഈ സാക്ഷരത എന്നൊക്കെ പറഞ്ഞ് പഠിക്കാൻ വരുമ്പോഴേ എല്ലാം കൂടി കൺഫ്യൂഷനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓർത്തിരിക്കുക. ഇതേപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയറിൽ വരുന്ന മറ്റൊരു ചോദ്യമാണ് സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നഗരസഭ. ഈ നിയോജക മണ്ഡലത്തിന് പകരം നഗരസഭ വരും. അപ്പൊ നഗരസഭ എന്ന് പറയുമ്പോഴേ സഭകളൊക്കെ ഉള്ളത് സാധാരണ കൊട്ടാരത്തിലല്ലേ സഭകളൊക്കെ ഉണ്ടാവുക. നമ്മൾ പണ്ട് സഭകളും അല്ലെ ഇപ്പൊ രാജ്യസഭ ലോകസഭയ്ക്ക് ഉണ്ട്, അല്ലാതെ നമ്മളുടെ ഇവിടെ ഒന്നും ഇപ്പൊ സഭകളൊന്നും ഇല്ലല്ലോ. അപ്പൊ സഭകളൊക്കെ വരുന്നത് കൊട്ടാരത്തിലാണ് എന്ന് ഓർത്തിരുന്നാൽ കൊട്ടാരക്കര എന്നും നമുക്ക് ഓർക്കാൻ സാധിക്കും. അപ്പൊ രണ്ട് കേസും ഇപ്പൊ തന്നെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് പഠിച്ചു പോകാം. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നിയോജക മണ്ഡലം കണ്ണൂരിലെ തളിപ്പറമ്പാണ്. എന്നാൽ നഗരസഭ എന്ന് ചോദിച്ചാൽ സഭകളൊക്കെ കൊട്ടാരത്തിലാണ്. അപ്പൊ കൊട്ടാരക്കര. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നഗരസഭ ഏതെന്ന് ചോദിച്ചാൽ അത് കൊട്ടാരക്കരയുമാണ്. അടുത്തത്, സുഖപ്പെട്ട അർബുദ രോഗം തിരിച്ചു വരുന്നത് 30% വരെ തടയുന്ന ഗുളിക വികസിപ്പിച്ച മുംബൈയിലെ ചികിത്സാലയം ഏത്? സുഖപ്പെട്ട അർബുദ രോഗം തിരിച്ചു വരുന്നത് 30% വരെ തടയും. 30% വരെ തടയുന്ന ഗുളിക വികസിപ്പിച്ച മുംബൈയിലെ ചികിത്സാലയം ടാറ്റ മെമ്മോറിയൽ സെന്റർ ആണ്. ടാറ്റ. അപ്പൊ നമ്മൾ അർബുദത്തോടൊക്കെ ടാറ്റ പറയുകയാണെങ്കിൽ ഗുളിക കഴിച്ചാൽ എന്താണ്? നമുക്ക് അർബുദത്തിനോട് ടാറ്റ പറയാൻ പറ്റും അല്ലെ. അപ്പൊ അതിൽ നിന്നും ടാറ്റ മെമ്മോറിയൽ സെന്റർ എന്ന് ഓർക്കാൻ പറ്റും. സുഖപ്പെട്ട അർബുദ രോഗം പിന്നെ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഗുളിക കഴിക്കുക. അപ്പൊ നമ്മൾ അർബുദ രോഗത്തോട് ടാറ്റ പറയാണ്. ടാറ്റ മെമ്മോറിയൽ സെന്റർ ആണ്. ഒരു ഗുളികയുടെ വില 100 രൂപയാണെന്നും കൂടിയും ഓർത്തിരിക്കുക. അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഓർത്താൽ മാത്രം മതി. അടുത്തത്, ഫെബ്രുവരി 21 അന്തരിച്ച ഫാലി എസ് നരിമാൻ ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? നിങ്ങൾ തന്നെ പറ. നരിമാൻ. നിങ്ങൾ ഈ നരിമാൻ എന്നുള്ള പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ? കേട്ടിട്ടില്ലേ? ഏതൊരു സിനിമയിൽ നമ്മുടെ സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ മമ്മൂട്ടി മോഹൻലാലും കൂടി ഒരുമിച്ചൊരു സിനിമയില് ഈ മമ്മൂട്ടി നരിമാൻ എന്ന് പറഞ്ഞ ഒരു വേഷം ചെയ്യുന്നുണ്ടല്ലേ. അതിൽ നരിമാൻ ആരാണ്? ഒരു അഡ്വക്കേറ്റ് ആണ് അല്ലെ, ഒരു വക്കീലാണ്. നമ്മുടെ മോഹൻലാലിന്റെ കേസ് വാദിക്കാൻ വരുന്ന വ്യക്തിയാണ് നരിമാൻ എന്നുള്ളത്. അപ്പൊ അതന്നെ ഇവിടെ ഫാലി എസ് നരിമാൻ എന്നുള്ളത് ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനുമാണ്. അത് പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അദ്ദേഹത്തിന് 1991 പത്മഭൂഷണും 2007 പത്മവിഭൂഷണും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നിസാരക്കാരനല്ല. 1991 പത്മഭൂഷണും
2007 പത്മവിഭൂഷൺ, ഏറ്റവും ഉയർന്ന പുരസ്കാരമല്ലേ പത്മവിഭൂഷൺ, ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി എന്ന് പറയുന്നത് ഭാരതരത്നയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി ഭാരതരത്നയാണ്. പക്ഷെ പത്മ പുരസ്കാരങ്ങളിൽ ഏറ്റവും ഉയർന്നത് പത്മവിഭൂഷണാണ്. അത് 2007 ലഭിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നുള്ളത്. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നുള്ളത്. അപ്പൊ ഫെബ്രുവരി 21 അന്തരിച്ച ഫാലിയസ് നരിമാൻ ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനുമാണ്. അദ്ദേഹത്തിന് 1991 പത്മഭൂഷണും 2007 പത്മവിഭൂഷണും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥ ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്, ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്, ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നുള്ളത് ഫാലി എസ് നരിമാന്റെ ആത്മകഥയാണ്. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കൃതി കൂടിയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ. യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പറഞ്ഞില്ല അദ്ദേഹം വലിയൊരു ഭരണഘടനാ വിദഗ്ധനാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾ നിങ്ങളുടെ ഭരണഘടന അറിഞ്ഞിരിക്കണം അല്ലെ. യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ആരുടെ കൃതിയാണ്? ഫാലി എസ് നരിമാന്റെ കൃതിയാണ്. അപ്പൊ രണ്ടും ഓർത്തിരിക്കണം. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. അതുപോലെ യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതും ഫാലി എസ് നരിമാന്റെ കൃതിയാണ് എന്ന് ഓർത്തിരിക്കണം. ഇനി അതേപോലെ തന്നെ നമ്മൾ ഭരണഘടന പഠിക്കുന്ന സമയത്ത് ഗോലഖ്നാഥ് കേസ് കേട്ടിട്ടുണ്ടാവും, മിനർവ മിൽ കേസ് കേട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസുകൾ ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പഠിക്കാറുണ്ട് അല്ലെ. കേശവാനന്ദ ഭാരതി കേസൊക്കെ പഠിച്ചിട്ടില്ലേ. അതിന്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടന്റ് ഉള്ള 2 കേസുകളാണ്. ഒന്ന് ഗോലഖ്നാഥ് കേസ് എന്ന് പറയുന്നതും മിനർവ മിൽ കേസ് എന്നുള്ളതും. അപ്പൊ ഈ 2 കേസുകളും വാദിച്ചത് ഫാലിയസ് നരിമാനാണ്. ഈ 2 കേസുകളും വാദിച്ചത് ഫാലിയസ് നരിമാനാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഈ 2 കേസുകൾ വെറുതെ ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജസ്റ്റ് ഈ കേസ് ഒന്ന് പറയാണ്. ഒന്നാമത്തത് ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആണ്. സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ഇത് മൗലികാവകാശങ്ങളെ ഒരിക്കലും പാർലമെന്റിന് ഒരു തരത്തിലും റദ്ദ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഭേദഗതി വരുത്താനോ കഴിയില്ല എന്ന് വിധിച്ച കേസാണ് 1967 ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. എന്താണ് പറഞ്ഞത്? മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താനോ അല്ലെങ്കിൽ അത് റദ്ദ് ചെയ്യാനോ പാർലമെന്റിന് സാധിക്കില്ല, ഒരിക്കലും കഴിയില്ല എന്ന് പറഞ്ഞതാണ്. പാർലമെന്റിന് മൗലികാവകാശങ്ങളൊന്നും തന്നെ എടുത്തു കളയാനോ ലഘൂകരിക്കാനോ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് 1967 ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്നത്. ഈ വിധിക്ക് മറുപടി എന്നോണം നമ്മുടെ പാർലമെന്റ് കൊണ്ടുവന്ന 2 ഭേദഗതികളാണ് 24-ാം ഭേദഗതിയും 25-ാം ഭേദഗതിയും. 24-ാം ഭേദഗതിയിൽ പറയുന്നത് ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമത്തെ നടപ്പിലാക്കാൻ വേണ്ടി പാർലമെന്റിന് മൗലികാവകാശങ്ങളെ ലഘൂകരിക്കാനോ അല്ലെങ്കിൽ റദ്ദ് ചെയ്യാനോ അവകാശമുണ്ട് എന്ന് പറയുന്നതാണ് 24-ാം ഭരണഘടനാ ഭേദഗതി. അപ്പൊ മിനർവ മിൽ കേസിലെ എന്താണ് സുപ്രീം കോടതി വിധിച്ചത്? മൗലികാവകാശങ്ങളെ ലഘൂകരിക്കാനോ റദ്ദ് ചെയ്യാനോ പാർലമെന്റിന് അധികാരമില്ല അല്ലെ. മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് പറഞ്ഞ കേസാണ് ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറഞ്ഞ കേസ്. ഇതിന് പകരമായിട്ടാണ് പാർലമെന്റ് 24-ാം ഭേദഗതിയും 25-ാം ഭേദഗതിയും കൊണ്ടുവരുന്നത്. 24-ാം ഭേദഗതിയിൽ പറയുന്നത് ഭരണഘടനാ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ വേണ്ടി പാർലമെന്റിന് മൗലികാവകാശങ്ങളെ ലഘൂകരിക്കാനോ റദ്ദ് ചെയ്യാനോ അവകാശമുണ്ട് എന്ന് പറയുന്ന ഭേദഗതി 24-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അതേപോലെ 25-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി. നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാഷ്ട്രത്തെ ക്ഷേമരാഷ്ട്രമാക്കാൻ വേണ്ടി നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ നമുക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ അല്ലെ. കുറച്ച് നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നമുക്കൊരിക്കലും അത് കോടതിയിൽ പോയി ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. മൗലികാവകാശങ്ങളിൽ നമുക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കോടതിയിൽ ചോദ്യം ചെയ്യാം. പക്ഷെ നിർദ്ദേശക തത്വങ്ങൾ നമുക്ക് ലഭിച്ചില്ല എന്ന് പറഞ്ഞ് നമുക്കൊരിക്കലും കോടതിയിൽ പോയി ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഈ നിർദ്ദേശക തത്വങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? അത് പ്രത്യേക നിയമം വഴിയാണ് നടപ്പിലാക്കുന്നത് അല്ലെ. പ്രത്യേക നിയമം വഴിയാണ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നത്. അത്തരത്തിൽ ഈ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി എന്തെങ്കിലും നിയമങ്ങൾ കൊണ്ടുവന്നാൽ അതിനെ റദ്ദ് ചെയ്യാൻ ആർക്കും കോടതിക്ക് സാധ്യമല്ല എന്ന് പറയുന്നതാണ് 25-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പൊ ഈ 24-ാം ഭരണഘടനാ ഭേദഗതിയും 25-ാം ഭരണഘടനാ ഭേദഗതിയും നമ്മുടെ സുപ്രീം കോടതിയുടെ ഈ ഗോലഖ്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസിന്റെ വിധിക്കുള്ള മറുപടി അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രതികരണമായിട്ടാണ്
എന്ത് കൊണ്ടുവന്നത്, ഈ ഭേദഗതികൾ കൊണ്ടുവന്നത്. അപ്പൊ നമുക്കിവിടെ പഠിക്കേണ്ടത് ഈ ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്നുള്ള കേസ് ആരാണ് വാദിച്ചത്? അത് നമ്മുടെ ഫാലി എസ് നരിമാനാണ് വാദിച്ചത്. അതേപോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള മറ്റൊരു കേസാണ് മിനർവ മിൽ കേസ് എന്ന് പറയുന്നത്. അത് 1980 മിനർവ മിൽ കേസ് എന്ന് പറയുന്നത്. മിനർവ മിൽ കേസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കേസ് ഉണ്ടല്ലോ, ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്നുള്ള കേസ്. ആ കേസിന്റെ നേരെ ഓപ്പോസിറ്റ് വിധിയാണ് എന്തിൽ പറയുന്നത്, നമ്മുടെ മിനർവ മിൽ കേസിൽ പറയുന്നത്. അതായത് ഇത് എന്തെങ്കിലും നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നമ്മുടെ പാർലമെന്റിന് മൗലികാവകാശങ്ങളെ ലഘൂകരിക്കാനോ ഭേദഗതി വരുത്താനോ അവകാശമുണ്ട്. അതിന്റെ ബേസിക് സ്ട്രക്ചറിൽ ഒരിക്കലും മാറ്റം വരുത്താതെ, അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താതെ അതിനെ എന്തെങ്കിലും ലഘൂകരിക്കാനോ അതിലെന്തെങ്കിലും മാറ്റം വരുത്താനോ പാർലമെന്റിന് അധികാരമുണ്ട് എന്ന് നമ്മുടെ സുപ്രീം കോടതി വിധിച്ച കേസാണ് മിനർവ മിൽ കേസ് എന്ന് പറയുന്നത്. അപ്പോഴും അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, മൗലികാവകാശങ്ങൾക്ക് എപ്പോഴും മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് മേൽക്കോയ്മയുണ്ട്. അതായത് എപ്പോഴും മാർഗനിർദ്ദേശക തത്വങ്ങൾ എടുക്കാണ്, മൗലികാവകാശങ്ങൾ എടുക്കാണ്. എപ്പോഴും ആർക്കാണ് പ്രാധാന്യം? അത് നമ്മുടെ മൗലികാവകാശങ്ങൾക്ക് തന്നെയാണ്. മൗലികാവകാശങ്ങൾക്ക് എപ്പോഴും മാർഗനിർദ്ദേശകത്തിന് മുകളിൽ മേൽക്കോയ്മ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് പ്രാധാന്യം? മൗലികാവകാശങ്ങൾ അല്ലെ, മൗലികാവകാശങ്ങളാണ് പ്രാധാന്യം നിർദ്ദേശക തത്വത്തെക്കാളും. പക്ഷേ ഏതെങ്കിലും ഒരു നിർദ്ദേശക തത്വം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് മൗലികാവകാശങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഭേദഗതി വരുത്താനും സാധിക്കും എന്നാണ് നമ്മുടെ ഈ എന്തിൽ പറഞ്ഞിട്ടുള്ള മിനർവ മിൽ കേസിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു കേസ് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മിനർവ മിൽ കേസിൽ. നേരത്തെ ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് സുപ്രീം കോടതി വിധിയാണ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മിനർവ മിൽ കേസ്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ സുപ്രീം കോടതിക്ക് തന്റെ സ്വന്തം വിധി തന്നെ പുനഃപരിശോധിക്കാനും പുതിയൊരു വിധി നൽകാനും സാധിക്കും. മനസ്സിലായി? അതിനെ നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയും. ആദ്യം സുപ്രീം കോടതി തന്നെയാണ് ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൽ അങ്ങനെ ഒരു വിധി പറഞ്ഞല്ലേ, ആ വിധിയെ വീണ്ടും പുനർപരിശോധിക്കാനും പുതിയ വിധി നടപ്പിലാക്കാനും ആർക്ക് അധികാരമുണ്ട്? സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. അതിനെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുക. അപ്പൊ ഈ രണ്ട് കേസുകളും വാദിച്ചത് ഫാലി എസ് നരിമാനാണ്. നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമുള്ള രണ്ട് കേസുകളാണ്. ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1967 നടന്നത്. അതേപോലെ തന്നെ മിനർവ മിൽ കേസ് 1980. ഈ രണ്ട് കേസുകളും വാദിച്ചത് ഫാലി എസ് നരിമാനാണ്. അദ്ദേഹത്തിന്റെ രണ്ട് ബുക്കുകളും ഓർത്തിക്കുക, ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നുള്ളതും യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതും. അപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയി പറയാൻ കാരണം ഭരണഘടനാ ഭാഗത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിലും ഈ ചോദ്യങ്ങളൊക്കെ അവർ കൊണ്ടുവരാം, കറണ്ട് അഫയേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട്. അപ്പൊ അതും കൂടിയും ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്ത ചോദ്യം, 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യത്തെ ഏറ്റവും വലിയ കടൽ പാലം. 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ഈ ജനുവരി 12 ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താണ്? നമ്മുടെ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലെ എന്നാണ്, ജനുവരി 12. അതായത് നമ്മുടെ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായിട്ടുള്ള ജനുവരി 12 നമ്മൾ എന്തായി ആചരിക്കുന്നു? യുവജന ദിനമായിട്ട് ആചരിക്കുന്നു. 1863 ആര് ജനിക്കുന്നത്? നമ്മുടെ സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത് 1863 സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത്. 1893 30 വയസ്സ് അദ്ദേഹത്തിന് പൂർത്തിയാകുന്ന 1893 അദ്ദേഹം ചിക്കാഗോ പ്രസംഗം നടത്തുന്നത് അല്ലെ. ഒരു വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രസംഗമാണ് ചിക്കാഗോ പ്രസംഗം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 30 വയസ്സുള്ളപ്പോൾ. അതേപോലെ തന്നെയാണ് അയ്യങ്കാളി 1863 തന്നെയാണ് ജനിക്കുന്നത്. 1863 തന്നെയാണ് അയ്യങ്കാളി ജനിക്കുന്നത്. അദ്ദേഹത്തിന് 30 വയസ്സുള്ളപ്പോൾ 1893 അദ്ദേഹം വില്ലുവണ്ടി യാത്ര നടത്തുന്നത് അല്ലെ, വില്ലുവണ്ടി യാത്ര. അപ്പൊ ഇത് രണ്ടും നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്, ഒരുമിച്ച് പഠിക്കാം. 1863 സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത്. അദ്ദേഹത്തിന് 30 വയസ്സുള്ളപ്പോൾ 1893 അദ്ദേഹം ചിക്കാഗോ പ്രസംഗം നടത്തുന്നത്. അതേപോലെ നമ്മുടെ അയ്യങ്കാളിയും 1863 ജനിക്കുന്നത്. അദ്ദേഹത്തിന് 30 വയസ്സുള്ളപ്പോൾ 1893 അദ്ദേഹവും വില്ലുവണ്ടി യാത്ര നടത്തുന്നത്. ഇനി അതേപോലെ 1873, ഇപ്പൊ നമ്മൾ പറഞ്ഞത് 1863 അല്ലേ. 1873 ജനിച്ച ഒരാളുണ്ട്. ആരാണെന്നറിയോ? കുമാരനാശാൻ ജനിച്ചത് 1873. അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പൊ നമ്മുടെ കുമാരനാശാൻ മരിച്ചിട്ട് 100 വർഷം തികയാണ്. അദ്ദേഹം മരിച്ചത് 1924 നമ്മുടെ പല്ലനയാറിൽ ഉണ്ടായ ഒരു റെഡിമർ ബോട്ട് അപകടത്തിലാണ് അല്ലെ മരിച്ചത്, 1924. അപ്പൊ 2024 കറക്റ്റ് 100 വർഷം തികയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനിച്ചതും അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കുമാരനാശാനെ കുറിച്ചിട്ട്. ഇപ്പൊ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം.
2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യത്തിലെ ഏറ്റവും വലിയ കടൽ പാലം അടൽ സേതു ആണ്. ഇനി ഇത് ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ താനെ ഉൾക്കടലിന് കുറുകെ മുംബൈയെയും നവി മുംബൈയെയും ബന്ധിപ്പിച്ച് നിർമ്മിച്ച പാലത്തിന്റെ നീളം 21.8 കിലോമീറ്റർ ആണ്. അപ്പൊ മഹാരാഷ്ട്രയിലെ താനെ ഉൾക്കടലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുംബൈയെയും നവി മുംബൈയെയും തമ്മിലാണ് ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നത്. പാലത്തിന്റെ നീളം 21.8 കിലോമീറ്റർ ആണ്. 21.8 കിലോമീറ്റർ ആണ്. 21.8 ഓർത്തില്ലെങ്കിലും 21 ഓർക്കുക. കാരണം നമുക്കറിയാലോ ഇത് ഉദ്ഘാടനം ചെയ്തത് ജനുവരി 12 അല്ലേ. ഈ 12 ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാൽ മതി, 21 കിട്ടും. അപ്പൊ 21 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം, നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി ലോകത്തിലെ തന്നെ നീളം കൂടിയ 12ാമത്തെ പാലമാണ്. അതും നമുക്ക് അവിടെ തന്നെ കിട്ടും അല്ലെ. ജനുവരി 12 ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ 12ാമത്തെ പാലം, ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ 12ാമത്തെ പാലമാണ് ഈ അടൽ സേതു എന്നുള്ളത്. പിന്നെ നിർമ്മാണ ചെലവ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. 17,840 കോടി രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. ഇനി ഈ പാലം തുറക്കുന്നതോട് കൂടിയിട്ട് മുംബൈയിൽ നിന്നും പിന്നെ നവി മുംബൈയും തമ്മിലുള്ള ഇതിന് നമ്മുടെ എത്താനുള്ള സമയം 1.5 മണിക്കൂറിൽ നിന്നും 20 മിനിറ്റ് ആയിട്ട് ചുരുങ്ങി എന്നുള്ളതാണ്. അതൊന്ന് ശ്രദ്ധിക്കണം. പാലം തുറക്കപ്പെടുന്നതോടുകൂടി നവി മുംബൈയിൽ നിന്നും മുംബൈയിലേക്ക് എത്താനുള്ള സമയം 1.5 മണിക്കൂറിൽ നിന്നും 20 മിനിറ്റ് ആയിട്ട് ചുരുങ്ങി. മുംബൈയിലെ ഷിവ്ഡിയിൽ നിന്ന് തുടങ്ങി നവി മുംബൈയിലെ നവസേവയിലാണ് പാലം അവസാനിക്കുന്നത്. അപ്പൊ ശിവനെ സേവിക്കാന്ന് പഠിച്ചാൽ മതി, ജസ്റ്റ് ശിവനെ സേവിക്കുക. അപ്പൊ ഷിവ്ഡിയിൽ നിന്നും തുടങ്ങിയിട്ട് നവി മുംബൈയിലെ നവസേവ. അപ്പൊ ശിവനെ സേവിക്കാന്നുള്ളതും ഷിവ്ഡി എന്നും നവസേവ എന്ന് ഓർക്കാൻ പറ്റും. ഷിവ്ഡിയിൽ നിന്നും പിന്നെ നവസേവയിലാണ് പാലം അവസാനിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയോടുള്ള സ്മരണാർത്ഥമായാണ് മഹാരാഷ്ട്ര സർക്കാർ പാലത്തിന് അടൽ സേതു എന്ന പേര് നൽകിയത്. അപ്പൊ കിട്ടിയോ? 2024 ജനുവരി 12 ഉദ്ഘാടനം ചെയ്തത് അല്ലെ. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നമ്മുടെ നരേന്ദ്രമോദി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലമാണ് അടൽ സേതു എന്നുള്ളത്. മഹാരാഷ്ട്രയിലെ താനെ ഉൾക്കടലിന് കുറുകെയാണ് മുംബൈയെയും നവി മുംബൈയെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. പാലത്തിന്റെ നീളം 21.8 കിലോമീറ്റർ ആണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ 12ാമത്തെ പാലമാണ് ഇത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. പിന്നെ മുംബൈയിലെ ഷിവ്ഡിയിൽ നിന്നും തുടങ്ങി നവി മുംബൈയിലെ നവസേവയിലാണ് പാലം അവസാനിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, വടക്കൻ അറബിക്കടലിൽ ചരക്കു കപ്പൽ റാഞ്ചാനുള്ള കടൽ കൊള്ളക്കാരുടെ ശ്രമം തടഞ്ഞ ഇന്ത്യയുടെ കമാൻഡോ വിഭാഗം ഏതാണ്? കമാൻഡോ വിഭാഗത്തിന്റെ പേരാണ് ചോദിച്ചത്. മാർക്കോസ് എന്നാണ്. മാർക്കോസിന്റെ ഫുൾ ഫോം മറൈൻ കമാൻഡോസ് എന്നാണ്. മറൈൻ കമാൻഡോസ്. അപ്പൊ ഏത് കമാൻഡോ വിഭാഗമാണ്? മറൈൻ കമാൻഡോസ്. ആ മറൈൻ കമാൻഡോസ് നമുക്ക് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ മാർക്കോസ് എന്ന് കിട്ടും അല്ലെ. വടക്കൻ അറബിക്കടലിൽ ചരക്കു കപ്പൽ റാഞ്ചാനുള്ള കടൽ കൊള്ളക്കാരുടെ ശ്രമം തടഞ്ഞ ഇന്ത്യയുടെ കമാൻഡോ വിഭാഗം. അപ്പൊ അറബിക്കടലല്ലേ, കടൽ എന്ന് പറഞ്ഞാൽ മറൈനാണ്. അപ്പൊ മറൈൻ കമാൻഡോ. ആ മറൈൻ കമാൻഡോ നമ്മൾ ഇങ്ങനെ ചുരുക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? മാർക്കോസ് എന്ന് കിട്ടും. ഇനി അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കടൽ കൊള്ളക്കാരുടെ അടുത്ത് ചെന്നിട്ട് മാറട കോപ്പെ എന്ന് പറഞ്ഞു ഓർത്താൽ മതി. അപ്പൊ മാറട കോപ്പെ എന്ന് ഓർത്തു കഴിഞ്ഞാൽ മാർക്കോസ് അല്ലെ. മാർക്കോസ് ആ കടൽ കൊള്ളക്കാരോട് അങ്ങനെ പറഞ്ഞു എന്ന് ഓർത്താൽ മതി. മാർക്കോസ് എന്നാണ് ആ കമാൻഡോ വിഭാഗത്തിന്റെ പേര്. ഇനി അടുത്തത്, ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ഗബ്രിയേൽ അത്താൽ ആണ്. ഗബ്രിയേൽ അത്താൽ. ഇത് പഠിക്കാൻ എളുപ്പമാണ്. കാരണം അറിയോ, ഇപ്പൊ നിങ്ങൾ ബിഗ് ബോസ് കണ്ടിട്ടുള്ളവരുണ്ടാവും, കാണാത്തവരുണ്ടാവും. ആരാണെങ്കിലും ഗബ്രീനെയും ജാസ്മിനെയും എല്ലാവർക്കും അറിയായിരിക്കില്ല. കാരണം ഞാനും ഈ ബിഗ് ബോസ് കാണാത്ത ഒരാളാണ്. കാരണം ഞങ്ങളുടെ വീട്ടിൽ TV ഇല്ല. അപ്പൊ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇത് ഫോണിൽ ഇഷ്ടം പോലെ കാണാറുണ്ട്. ഗബ്രി, ജാസ്മിൻ ഇവർ രണ്ടുപേരും എന്താണ്? ഫ്രണ്ട്സ് ആണ് അല്ലെ. ഫ്രണ്ട്സ് ആണ്. അപ്പൊ അതിൽ നിന്ന് ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി എന്ന് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഗബ്രി, അവിടെ ഗബ്രി അത്താൽ. പിന്നെ ഈ ജാസ്മിൻ എപ്പോഴും അത്താന്നല്ലേ അവരുടെ ഫാദറിനെ വിളിക്കുന്നത്, അത്താന്നല്ലേ പറയും. ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് അത്ത എന്നുള്ള വാക്ക്. അപ്പൊ ഗബ്രിയേൽ അത്താലാണ് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി. അവർ തമ്മിൽ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ഗബ്രിയേൽ അത്താലാണ്. ഗബ്രി എന്ന് ഓർത്താൽ മതി. ഗബ്രിയേൽ അത്താലാണ്. ആധുനിക ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ്. അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആധുനിക ഫ്രാൻസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് 34-കാരനായിട്ടുള്ള
ഗബ്രിയേൽ അത്താൽ എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ആണ് നാമനിർദ്ദേശം ചെയ്തത്. അപ്പൊ ഫ്രാൻസിലെ പ്രസിഡന്റ് ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രാൻസിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? ഗബ്രിയേൽ അത്താലാണ്. ഇനി കുടിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രധാനമന്ത്രി എലിസബത്ത് ബോൺ രാജിവെച്ചതിനെ തുടർന്നാണ് ഈ നിയമനം. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ഗബ്രിയേൽ അത്താലാണ്. ആധുനിക ഫ്രാൻസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണെന്ന് ഓർക്കുക. അവിടുത്തെ പ്രസിഡന്റ് ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ ആണെന്നും. ആര് രാജിവെച്ചപ്പോഴാണ് ഇദ്ദേഹം നിയമനത്തിൽ എത്തിയത്? എലിസബത്ത് ബോൺ കുടിയേറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് രാജിവെച്ചപ്പോഴാണ് നിയമനത്തിൽ വന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അടുത്തത്, സംസ്ഥാന സാംസ്കാരിക വകുപ്പ് നൽകുന്ന സ്വാതി പുരസ്കാരം നേടിയത്. 2021 സ്വാതി പുരസ്കാരം അതിപ്പോഴാണ് കൊടുത്തത്. അപ്പൊ 2021 കാണുമ്പോൾ അത് കറണ്ട് അഫയർ അല്ല എന്ന് വിചാരിക്കരുത്. സംസ്ഥാന സാംസ്കാരിക വകുപ്പ് നൽകുന്ന സ്വാതി പുരസ്കാരം നേടിയതാരാണ്? PR കുമാര കേരളവർമ്മ. ഈ കുമാര കേരളവർമ്മ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിൽ ഒരാൾ വന്നിട്ടുണ്ടാവും. കുമാരവർമ്മ അല്ലെ? ആരാണ് കുമാരവർമ്മ? നമ്മുടെ ബാഹുബലിത്തെ കുമാരവർമ്മൻ അല്ലെ? നമുക്ക് എല്ലാവർക്കും ബാഹുബലിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ഇഷ്ടം കുമാരവർമ്മനെ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു? ഒരു സ്വാതി സമ്മാനം കൊടുത്തു എന്ന് വിചാരിച്ചാൽ മതി. കുമാരവർമ്മന് നമ്മൾ എല്ലാവരും കൂടി എന്ത് കൊടുത്തു? ഒരു സ്വാതി സമ്മാനം കൊടുത്തു, സ്വാതി പുരസ്കാരം കൊടുത്തു. അപ്പൊ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് നൽകുന്ന സ്വാതി പുരസ്കാരം നേടിയതാരാണ്? PR കുമാര കേരളവർമ്മയാണ്. ഇനി ഈ സ്വാതി പുരസ്കാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഗീത രംഗത്ത് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് സ്വാതി പുരസ്കാരം അല്ലെ? സ്വാതി തിരുനാളിന്റെ പേരിൽ അറിയപ്പെടുന്ന പുരസ്കാരമാണ് അല്ലെ സ്വാതി പുരസ്കാരം. കാരണം സംഗീതജ്ഞന്മാരിലെ രാജാവെന്നും രാജാക്കന്മാരിലെ സംഗീതജ്ഞനെന്നും അറിയപ്പെട്ട ആളാണ് സ്വാതി തിരുനാൾ അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പരമോന്നത സംഗീത പുരസ്കാരമാണ്. സംഗീത രംഗത്തെ ഏറ്റവും പരമോന്നത പുരസ്കാരം കേരളത്തിലെ സംഗീത രംഗത്തുള്ള ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് സ്വാതി പുരസ്കാരം. അത് ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? കുമാര കേരളവർമ്മയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി ഈ പുരസ്കാരം ആദ്യമായിട്ട് നേടിയത് ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരാണ് ഈ പുരസ്കാരം ആദ്യമായിട്ട് 1997 നേടിയത്. ഇനി സ്വാതി സംഗീത പുരസ്കാരം ആദ്യം നേടിയ വനിത എന്ന് പറയുന്നത് DK പട്ടമ്മാളാണ്. അപ്പൊ ഇത് കൂടുതലായിട്ട് എടുത്ത് പറയാൻ കാരണം ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലല്ലേ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതായിരിക്കാം, 2021 പുരസ്കാരം ലഭിച്ചത് കുമാര കേരളവർമ്മയ്ക്കാണ് എന്നുള്ളതായിരിക്കാം ഒരു സ്റ്റേറ്റ്മെന്റ്. ചിലപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തരുന്നത് ആദ്യമായി നേടിയത് ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരാണെന്നും പിന്നത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ആദ്യം ലഭിച്ച വനിത എന്ന് പറയുന്നത് DK പട്ടമ്മാളാണ് എന്ന ചോദ്യവുമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇത്തരം കാര്യങ്ങളും കൂടി അവിടെ പഠിച്ചു വെക്കണം. ഈ 2021 പുരസ്കാരം 2024 ഇത് പ്രസിദ്ധപ്പെടുത്തി അല്ലെങ്കിൽ ഇത് അനൗൺസ് ചെയ്തത്. അതുകൊണ്ട് അത് കറണ്ട് അഫയറിൽ വരുന്ന ചോദ്യം തന്നെയാണ്. അപ്പൊ ശ്രദ്ധയോടുകൂടി പഠിക്കുക. ആദ്യം ലഭിച്ചത് ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർക്കും ഇനി ആദ്യം ലഭിച്ച വനിത എന്ന് പറയുന്നത് DK പട്ടമ്മാളാണ്. അത് 1999 ഓക്കെ ഇല്ലേ? അടുത്തത്, ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 ഓടക്കുഴൽ പുരസ്കാരം നേടിയതാരാണ്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 ഓടക്കുഴൽ പുരസ്കാരം ആരാണ്? PN ഗോപികൃഷ്ണനാണ് നേടിയത്. കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ്. അപ്പൊ ഓടക്കുഴൽ പുരസ്കാരമാണ്. നമ്മളെ മാംസാഹാരമൊക്കെ കഴിച്ച് കൃഷ്ണന്റെ അടുത്തേക്ക് ചെന്നാൽ കൃഷ്ണൻ കയ്യിലുള്ള ഓടക്കുഴൽ എടുത്ത് ഒരു തല്ലുന്ന് ഓർത്താൽ മതി. എന്താണ്? നമ്മൾ മാംസാഹാരം കഴിച്ചിട്ട് കൃഷ്ണന്റെ അടുത്തേക്ക് ചെന്നാൽ കൃഷ്ണൻ എന്ത് ചെയ്യും? ഓടക്കുഴൽ എടുത്ത് ഒരു തല്ലും അല്ലെ? അപ്പൊ നമ്മുടെ എന്താണ് കവിത മാംസഭോജിയാണ്. മാംസാഹാരം എന്നതിലും കവിത മാംസഭോജിയാണ് എന്നുള്ള കവിതാ സമാഹാരത്തിനാണ് കൃഷ്ണൻ ഓടക്കുഴൽ കൊണ്ട് തല്ലും. ഓടക്കുഴൽ പുരസ്കാരം ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ്. ഇതിന് മുമ്പത്തെ വർഷം ആർക്കാണ് ലഭിച്ചത്? അതായത് 2022 ആർക്കാണ് ലഭിച്ചത്? അംബികാസുധൻ മങ്ങാടിന് പ്രാണവായു എന്നുള്ള കൃതിവിനൊക്കെയാണ് ലഭിച്ചത് അല്ലെ? അപ്പൊ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അംബികാസുധനെ ഓടക്കുഴൽ കൊണ്ട് അടിച്ചു, അപ്പോൾ പ്രാണനും കൊണ്ട് ഓടി. അപ്പൊ അംബികാസുധനെ ഓടക്കുഴൽ കൊണ്ടാണ് അടിച്ചത്, അപ്പൊ പ്രാണനും കൊണ്ട് ഓടി. അതിൽ നിന്നും സുധൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സുധൻ എന്ന് പറഞ്ഞാൽ മകൻ എന്നാണ് അർത്ഥം. അപ്പൊ അംബികാ മകനെ ഓടക്കുഴൽ കൊണ്ട് അടിച്ചപ്പോൾ പ്രാണനും കൊണ്ടോടി, പ്രാണവായുവിനാണ് ലഭിച്ചത്. അതിന് മുമ്പത്തെ വർഷം ബുദ്ധിനിക്കാണ് ലഭിച്ചത്. സാറാ ജോസഫിന്റെ ബുദ്ധിനിക്കാണ് ലഭിച്ചത്. അപ്പൊ അവിടെ സാറ്
ബുധനാഴ്ചയാണ് ജോസഫിനെ അടിച്ചത് അല്ലെ. അവിടെ സാറ് ബുധനാഴ്ച ജോസഫിനെ അടിച്ചു. അപ്പൊ സാറ ജോസഫ് അല്ലെ, സാറ് ജോസഫിനെ ബുധനാഴ്ച അടിച്ചു. അപ്പൊ സാറ ജോസഫ് ബുധനിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഇപ്പൊ നമ്മ ലാസ്റ്റ് പറഞ്ഞതും അടി തന്നെയാണ്. എന്തടിയാണ്? മാംസം കഴിച്ചിട്ട് കൃഷ്ണന്റെ അടുത്ത് ചെന്നപ്പോൾ കൃഷ്ണൻ ഓടക്കുഴൽ എടുത്ത് അടിച്ചു. കവിത മാംസഭോജിയാണ് എന്നുള്ള കവിതാ സമാഹാരത്തിനാണ് ലഭിച്ചത്. ഗോപി കൃഷ്ണനാണ് ലഭിച്ചത് ഓടക്കുഴൽ പുരസ്കാരം. കിട്ടിയെന്ന് ഞാൻ വിചാരിക്കും. നിങ്ങൾ ചിലപ്പോൾ മറ്റെന്തെങ്കിലും കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ പഠിച്ചവർ അങ്ങനെ പഠിക്കാം. അടുത്തത് ദേശീയ യുവജന ദിനം എന്നാണ്. നമ്മൾ പറഞ്ഞതാണല്ലോ ഇപ്പൊ തന്നെ. ദേശീയ യുവജന ദിനം എന്നാണ് ജനുവരി 12 സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ്. 1863 ജനുവരി 12 അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള ജനുവരി 12 ദേശീയ യുവജന ദിനമായി നമ്മൾ ആചരിക്കുന്നു. അടുത്തത് 2020 ക്രിക്കറ്റിൽ 1000 റൺസ് തികയുകയും 100 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്ത ഇന്ത്യൻ വനിതാ താരം ആരെന്നാണ്? ദീപ്തി ശർമ്മ. ദീപ്തിയെ പഠിക്കാൻ നിങ്ങൾക്ക് ഇനി ബുദ്ധിമുട്ടുണ്ടാവോ? എന്നെ ഓർത്താൽ മതി അല്ലെ. അപ്പൊ എനിക്ക് എന്തൊക്കെ നേട്ടമുണ്ടായിട്ടുണ്ട്? 2020 ക്രിക്കറ്റിൽ ഞാൻ 1000 റൺസ് എടുത്തു. 2020 ക്രിക്കറ്റിൽ ഞാൻ എത്ര റൺസ് എടുത്തു? 1000 റൺസ് എടുത്തു, 100 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു. ദീപ്തി ശർമ്മ കേട്ടാ. ഇത് മാത്രമല്ല ദീപ്തി ശർമ്മയുടെ ഒരു നേട്ടം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ 2020 വനിതകളുടെ 2020 ബൗളിംഗ് റാങ്കിങ്ങിൽ 2ാമത്തെ സ്ഥാനം നേടിയ വ്യക്തി കൂടിയാണ്. 2ാമത്തെ സ്ഥാനം നേടിയ ഇന്ത്യൻ താരം കൂടിയാണ് ദീപ്തി ശർമ്മ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് 1000 റൺസും 100 വിക്കറ്റും നേടി. 2020 തന്നെയാണല്ലേ. 2020 എന്തൊക്കെ നേടി? 1000 റൺസും 100 വിക്കറ്റും നേടി. നേരത്തെ പറഞ്ഞത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ വനിതാ 2020 ബൗളിംഗ് റാങ്കിങ്ങിൽ വനിതാ 2020 ബൗളിംഗ് റാങ്കിങ്ങിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരമാണ് ദീപ്തി ശർമ്മ എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കണം. ഇനി ആദ്യത്തെ സ്ഥാനം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ സോഫിയ എക്ലസ്റ്റോൺ ആണ്. ജസ്റ്റ് കേട്ടാൽ മതി. സോഫിയ എക്ലസ്റ്റോണിനാണ് 1ാം സ്ഥാനം എന്നുള്ളത്. അപ്പൊ നമ്മ ഇവിടെ പറഞ്ഞ ദീപ്തി ശർമ്മനെ കുറിച്ച് പറഞ്ഞ 2 കാര്യങ്ങൾ എന്താണ്? 2020 1000 റൺസ് തികയുകയും 100 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്ത ഇന്ത്യൻ താരമാണ്. അതേപോലെ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ വനിതാ 2020 ബൗളിംഗ് റാങ്കിങ്ങിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം കൂടിയാണ് ആര്? നമ്മുടെ ദീപ്തി ശർമ്മ. ഞാൻ കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഏത് മലയാള കവിയുടെ വിയോഗത്തിലാണ് 2024 ജനുവരി 16 100 വർഷം തികഞ്ഞത്? ഏത് മഹാകവിയുടെ? മലയാള മഹാകവിനെ നിങ്ങൾക്ക് അറിയാലോ. ആരാണ്? കുമാരനാശാൻ അല്ലെ. കാരണം 1924 അദ്ദേഹം മരിച്ചത്. പല്ലനയാറിലുള്ള റെഡിമർ ബോട്ട് അപകടത്തിൽ അദ്ദേഹം മരിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മരണത്തിന്റെ 100 വർഷം തികയുന്നത് 1924 നമ്മൾ പറഞ്ഞു. ഇനി അതേപോലെ തന്നെ ഈ 100 വർഷം തികയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ 1924 നടന്ന എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ എത്ര വർഷം തികഞ്ഞിട്ടുണ്ടാവും? 100 വർഷം തികഞ്ഞിട്ടുണ്ടാവും അല്ലെ. ശരിയല്ലേ? കുമാരനാശാൻ മരിച്ചത് 1924 അപ്പൊ 1924 നടന്ന എല്ലാ സംഭവങ്ങൾക്കും ഇപ്പൊ 100 വർഷം തികഞ്ഞിട്ടുണ്ടാവും. ഏതൊക്കെ സംഭവങ്ങൾക്കാണ് നിങ്ങൾ ഓർത്തേ? ഇപ്പൊ കുമാരനാശാന്റെ കാര്യം പറഞ്ഞില്ലേ. കുമാരനാശാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ ഓർക്കാം. ശ്രീനാരായണ ഗുരു എന്തെങ്കിലും 1924 ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയത് 1924 ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം, PSC സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യമാണിത്. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എന്നാണ്? 1924 അതിനാണ് അദ്ദേഹം തന്നെ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണെന്ന് പറഞ്ഞത്. അപ്പൊ അതൊരെണ്ണം കിട്ടിയില്ലേ. ഇനി നമ്മൾ അപ്പൊ ശ്രീനാരായണ ഗുരുവിലേക്ക് എത്തി. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചട്ടമ്പി സ്വാമിനെ കുറിച്ച് ഓർക്കാം. ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട് 1924 ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ചട്ടമ്പി സ്വാമി മഹാസമാധി, അതായത് ചട്ടമ്പി സ്വാമി മരിച്ചത് സമാധിയായത് 1924 തന്നെയാണ്. അപ്പൊ നമ്മുടെ ചട്ടമ്പി സ്വാമിയുടെ സമാധിയായ 100 വർഷം തികയുന്നതും 1924 പിന്നെ നമുക്കെല്ലാം അറിയുന്ന മറ്റൊരു കാര്യം ഉണ്ടല്ലോ. എന്താണ്? വൈക്കം സത്യാഗ്രഹം 1924 അപ്പൊ ഈ സംഭവങ്ങളൊക്കെ 1924 അപ്പൊ 2024 ഇതിനൊക്കെ എന്തുണ്ടാവും? 100 വർഷം തികഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്തൊക്കെ കാര്യം നമ്മൾ പറഞ്ഞു? 1924 തന്നെയാണ് കുമാരനാശാൻ മരിച്ചത്. പല്ലനയാറുള്ള റെഡിമർ ബോട്ട് അപകടത്തിൽ മരിച്ചത്. കുമാരനാശാൻ മാത്രമല്ല മരിച്ചത്, കുമാരനാശാനോടൊപ്പം തന്നെ 24 പേരും കൂടി മരിച്ചു. അപ്പൊ 1924 അപ്പൊ 24 പേരും കൂടിയും ആ ബോട്ട് അപകടത്തിൽ മരിച്ചു എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ അദ്ദേഹം ജനിച്ച ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ്? 1873 1873 ഏപ്രിൽ 12 അദ്ദേഹം ജനിച്ചത്. തിരുവനന്തപുരത്ത് കായിക്കരയിലാണ് അദ്ദേഹത്തിന്റെ ജന്മം. കായിക്കരയിലാണ് അദ്ദേഹം ജനിച്ചത്. 50ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. അപ്പൊ 1924 കുമാരനാശാൻ മരിച്ചു. 1924 നമ്മുടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തു. 1924 ചട്ടമ്പി സ്വാമി സമാധിയായി. 1924 തന്നെയാണ് വൈക്കം സത്യാഗ്രഹം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്.
അതായത് 1924 അല്ല, പക്ഷെ നമ്മുടെ 2024 150 വർഷം, 100 വർഷമല്ല 150 വർഷം തികയുന്ന ഒരു കാര്യമുണ്ട്. അത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ രക്തസാക്ഷിത്വ ദിനം. നമ്മള് അല്ലെ രക്തസാക്ഷിത്വം എന്നാണ് പറയും, കാരണം ആറാട്ടുപുഴ വേലായുധ പണിക്കരെ വധിച്ചതാണ് അല്ലെ, കൊന്നതാണ്. ആദ്യമായിട്ട് രക്തസാക്ഷിയായിട്ടുള്ള നവോത്ഥാന നായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അദ്ദേഹത്തെ വധിച്ചതാണ് അല്ലെ. ഇതിൽ വെച്ചിട്ട് നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടാവില്ലേ, 19-ാം നൂറ്റാണ്ട്. ആ 19-ാം നൂറ്റാണ്ട് ആരാണ് നിർമ്മാണം, 19-ാം നൂറ്റാണ്ടിന്റെ നിർമ്മാണം ഗോകുലം ഗോപാലിനാണ്. ഗോകുലം ഗോപാലിനാണ് 19-ാം നൂറ്റാണ്ട് സിനിമയുടെ നിർമ്മാണം. ഈ ഗോകുലം ഗോപാലിന് തന്നെയാണ് പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അത് പ്രത്യേകം പഠിക്കണം, കാരണം പ്രഥമാണ്. ഈ പ്രഥമം പറഞ്ഞു വരുന്നത്, പ്രഥമം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് നൽകുന്നതാണ്. അപ്പൊ ഈ പ്രഥമം പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടി പഠിക്കണം. പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം നേടിയത് ഗോകുലം ഗോപാലിനാണ്. ഗോകുലം ഗോപാലിനാണ് നേടിയത്. അദ്ദേഹം ഈ 19-ാം നൂറ്റാണ്ട് എന്നുള്ള സിനിമ ആരെ കുറിച്ചിട്ടുള്ളതാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ചിട്ടുള്ളതാണ്. അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, അദ്ദേഹം നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. ആ സിനിമയുടെ നിർമ്മാണമാണ് ഈ ഗോകുലം ഗോപാലൻ. അപ്പൊ അദ്ദേഹത്തിനാണ് പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ചത്. ഇനി രണ്ടാം തവണയും ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം നൽകിയിട്ടുണ്ട്. അത് പുനലൂർ സോമരാജനാണ്. പുനലൂർ സോമരാജൻ രണ്ടാം തവണ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം നേടിയത് പുനലൂർ സോമരാജനാണ്. പുനലൂർ സോമരാജനാണ് 2024 നൽകിയത്. അപ്പൊ അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം. 2024 നൽകിയത്, പുനലൂർ സോമരാജനാണ് നൽകിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ 150-ാമത്തെ രക്തസാക്ഷിത്വ ദിനം കൂടിയായിരുന്നു അല്ലെ 2024. 150 വർഷം തികയാണ്. 150 വർഷം തികയാണ് ആര് മരിച്ചിട്ട്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ മരിച്ചിട്ട്. അതേപോലെ തന്നെ നമ്മുടെ കുണ്ടറ വിളംബരം എന്നാണ് 1809 ജനുവരി 11. ഈ കുണ്ടറ വിളംബരത്തിന്റെ ഡേറ്റ് പഠിക്കാൻ വേണ്ടി ഞാൻ ക്ലാസ്സിൽ ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. കുണ്ടറ വിളംബരം, വിളംബരം എന്ന് പറഞ്ഞാൽ എന്താണ്? കൊട്ടാണ് അല്ലെ. നിങ്ങൾ കണ്ടിട്ടില്ലേ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഇങ്ങനെ വിളംബരം നടത്തിക്കൊണ്ട് പോകുന്നു, വലിയ 2 കോല് കൊണ്ട് ഒരു ഡ്രമ്മിലിട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ആ കോലുണ്ടല്ലോ, അവരുടെ കയ്യിലുള്ള കോലുണ്ടല്ലോ, അവരുടെ കയ്യിൽ 3 കോലുണ്ടെന്ന് വെക്കാം. ഒരു കോല് ജനുവരിയുടെ കോലാണ്, ജനുവരി 1-ാമത്തെ മാസല്ലേ. പിന്നെ 2 കോല് എന്ന് പറയുന്നത് 11-ന്റെ 2 കോലുകൾ, 1 അല്ലെ. കുണ്ടറ വിളംബരം നടത്തുന്നത് 3 കോലുകൾ കൊണ്ടാണെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു കോല് ജനുവരിയാണ്, 2 കോലുകൾ 11 എന്നുള്ള മാസമാണ്. അപ്പൊ കുണ്ടറ വിളംബരം എന്നാണ് 1809 ജനുവരി 11. അപ്പൊ ഇനി കുണ്ടറ വിളംബരത്തിന് വർഷം മാത്രം പഠിച്ചാൽ പോരെ? കുണ്ടറ വിളംബരത്തിന് നമുക്ക് വർഷം. അതുപോലെ തന്നെ കുളച്ചൽ യുദ്ധം അല്ലെ. കുളച്ചൽ യുദ്ധം എന്നാണ് 1841 ഓഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധം 1841 ഓഗസ്റ്റ് 10. അപ്പൊ ഈ ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ 8-ാം മാസമാണ് അല്ലെ. ഈ 8-നെ 2 കഴിഞ്ഞാൽ 2 കുളം കിട്ടും ഇല്ലേ. 8-നെ പിടിച്ച് 2 കഴിഞ്ഞാൽ മുകളിൽ ഒരു കുളം, അടിയിൽ ഒരു കുളം കിട്ടും. ഇനി 10 അല്ലെ, ഓഗസ്റ്റ് എന്നാണ് 8-ാം മാസം. ആ 8-നെ പിടിച്ചാണ് നമ്മൾ 2 കുളമാക്കിയത്. ഇനി 10 എന്നുള്ളതിലും നമുക്ക് ഒരു കുളം കൂടി ഉണ്ട് അല്ലെ. 10 എഴുതുമ്പോൾ ഒരു 0 ഇല്ലേ അവിടെ. അങ്ങനെ അതിലും വരുന്നുണ്ട് ഒരു 3 കുളം. അപ്പൊ നമ്മളെ കുണ്ടറ വിളംബരത്തിൽ 3 വടികളാണ്. ജനുവരി എന്നുള്ളത് ഒരു വടി, 11 എന്നുള്ളത് 2 വടി. അതേപോലെ കുളച്ചൽ യുദ്ധം, കുളം വരുന്നുണ്ട് അവിടെ. കുളത്തിന് 3 കുളം വരുന്നുണ്ട്. ഒരു കുളം ഒരു കുളം ഡേറ്റിന്റെ 10 എന്നുള്ള ഡേറ്റിന്റെയാണ്. 2 കുളം മാസത്തിന്റെ, 8-ലെ 2 കുളങ്ങൾ. അങ്ങനെ ഓഗസ്റ്റ് 10. അപ്പൊ നമ്മൾ അവിടെയും ഡേറ്റ് പഠിച്ചു കഴിഞ്ഞു അല്ലെ. പിന്നെ ആ ഡേറ്റ് ഒരിക്കലും നമ്മൾ മറന്നു പോകില്ല. വർഷം മാത്രം പഠിച്ചാൽ മതി, 1841 എന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? കുണ്ടറ വിളംബരം അല്ലെ. കുണ്ടറ വിളംബരം 1809 ജനുവരി 11. ആ കുണ്ടറ വിളംബരം 215 വർഷം തികഞ്ഞത്. കുണ്ടറ വിളംബരം 215 വർഷം തികഞ്ഞത് എന്നാണ് ഈ 2024. അപ്പൊ അതും ശ്രദ്ധിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ, അതായത് ഇങ്ങനെ ഈ 150 വർഷം തികഞ്ഞത്, 100 വർഷം തികഞ്ഞത്, 200 വർഷം തികഞ്ഞതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കുണ്ടറ വിളംബരത്തിന് 200 അല്ല 215 വർഷമാണ് തികഞ്ഞത്. 215 വർഷമാണ് തികഞ്ഞത്. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാണ്. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം കരുവള്ളൂർ കുന്ദമംഗലം ഭഗവതി ക്ഷേത്രമാണ്. സാംസ്കാരിക പൈതൃകത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം കരുവള്ളൂർ കുന്ദമംഗലം ഭഗവതി ക്ഷേത്രം. കരുവള്ളൂർ കുന്ദമംഗലം ഭഗവതി ക്ഷേത്രം. ഞാനത് കോഡിന് പറയാനേ, യുനെസ്കോ പുരസ്കാരമൊക്കെ ലഭിച്ചില്ലേ. നമ്മൾ ഈ യുനെസ്കോ പുരസ്കാരമൊക്കെ ലഭിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ എന്തോ സംഭവമാണെന്ന് വെച്ച് നോക്കും അല്ലെ. പോയി നോക്കുമ്പോൾ അവിടെ ഒരു കുന്തം ഉണ്ടാവില്ല. ഒരു കോഡിന് വേണ്ടി മാത്രം പറഞ്ഞാണ്. കാരണം യുനെസ്കോ പുരസ്കാരമൊക്കെ നൽകുന്നതാണ് പൈതൃകത്തിനാണ് നൽകുന്നത് അല്ലെ. അല്ലാതെ വലിയ ഭംഗിയോ വലിയ മോടിയോ കുറെ കൊത്തുപണികളൊന്നും വെച്ചിട്ടുണ്ടായിട്ട് കാര്യമില്ല. പൈതൃകം നോക്കിയിട്ടാണ് അവിടെ യുനെസ്കോ പുരസ്കാരം നൽകുക. പക്ഷെ നമ്മൾ കാഴ്ചയിൽ ചിലപ്പോൾ ഒരു കുന്തം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ കൊടുത്താൽ മതി. കുന്ദമംഗലം ഭഗവതി ക്ഷേത്രത്തിനാണ് സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ചത്. കരുവള്ളൂർ കുന്ദമംഗലം ഭഗവതി ക്ഷേത്രം, അങ്ങനെ തന്നെ പേര് തരുള്ളൂ. കരുവള്ളൂർ കുന്ദമംഗലം ഭഗവതി ക്ഷേത്രത്തിനാണ്
സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം. ഇതിനു മുമ്പ് 2 ക്ഷേത്രങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ വടക്കുംനാഥൻ അല്ലെ, തൃശ്ശൂർ തന്നെയുള്ളതാണ് വടക്കുംനാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. 1000-ലേറെ വർഷം പഴക്കമുള്ള ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലെ 16 കാൽ നമസ്കാര മണ്ഡപത്തിനാണ് ഇപ്പോൾ ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതായത് ഈ കരുവള്ളൂർ കുന്ദമംഗലം ഭഗവതി ക്ഷേത്രം ഉണ്ടല്ലോ, അതിന് മുന്നിലുള്ള 1000-ലേറെ വർഷം പഴക്കമുള്ള ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലെ 16 കാൽ നമസ്കാര മണ്ഡപം, 16 കാൽ നമസ്കാര മണ്ഡപത്തിനാണ് ഇപ്പോൾ ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി പരമ്പരാഗത വാസ്തുകലാ സംരക്ഷണത്തിന് കേരളത്തിന് ലഭിച്ച മൂന്നാമത്തെ യുനെസ്കോ പുരസ്കാരമാണ് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തികൾക്ക് 2015-ലും ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിന്റെ പുനരുദ്ധാരണത്തിന് 2020-ലും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ 2015 ലഭിച്ചിട്ടുണ്ട്, 2020 ലഭിച്ചിട്ടുണ്ട്, ഇപ്പൊ 2024 ലഭിച്ചു. 2015 ലഭിച്ചത് വടക്കുംനാഥ ക്ഷേത്രത്തിനാണ്, തൃശ്ശൂർ തന്നെയാണ് വടക്കുംനാഥ ക്ഷേത്രം. 2015 ലഭിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിനാണ്, അതും തൃശ്ശൂർ തന്നെയാണ്. ഇപ്പൊ ലഭിച്ചിട്ടുള്ളത് കരുവള്ളൂർ കുന്ദമംഗലം ഭഗവതി ക്ഷേത്രമാണ്. കരുവള്ളൂർ കുന്ദമംഗലം ഭഗവതി ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ മുന്നിലെ 1000-ലേറെ വർഷം പഴക്കമുള്ള ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലെ 16 കാൽ നമസ്കാര മണ്ഡപം, 16 കാൽ നമസ്കാര മണ്ഡപത്തിനാണ് പുരസ്കാരം. കൂടി ഓർത്തിരിക്കാം. 2024 100 വർഷം തികയുന്നതും 150 വർഷം തികയുന്നതും അല്ലെ 215 വർഷം തികയുന്നതൊക്കെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അതിനിടയിൽ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താണ്. അതായത് 2024 100 വർഷം തികയുന്ന ഒരു കാര്യമാണ് നമ്മുടെ റഷ്യൻ വിപ്ലവ നേതാവായിട്ടുള്ള ലെനിന്റെ ചരമവാർഷികത്തിന് 100 വർഷം തികയാണ്. എന്താണ് പറഞ്ഞത്? റഷ്യൻ വിപ്ലവ നേതാവായ ലെനിന്റെ ചരമവാർഷികം, 100ാമത്തെ ചരമവാർഷികമാണ് 2024 ജനുവരി 21 ആചരിച്ചത്. ആ ഡേറ്റ് ഒന്നും കൃത്യമായി പഠിച്ചില്ല എന്നുണ്ടെങ്കിലും 100 വർഷം 100ാമത്തെ ചരമവാർഷികമായിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അദ്ദേഹത്തിന്റെ 150ാമത്തെ ജന്മവാർഷികം നമ്മൾ 2020-ലും ആഘോഷിച്ചിട്ടുണ്ട്. അതും ശ്രദ്ധിച്ചു വെക്കുക. 2020-ൽ നമ്മൾ 150ാമത്തെ ജന്മവാർഷികവും ഇപ്പോൾ 2024-ൽ നമ്മൾ 100ാമത്തെ അദ്ദേഹത്തിന്റെ 100ാമത്തെ ചരമവാർഷികവും ആഘോഷിച്ചു അല്ലെങ്കിൽ ആചരിച്ചു എന്ന് ഓർത്തു വയ്ക്കുക. ഇനി ലെനിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. 1870 ഏപ്രിൽ 22 വോൾഗ നദിക്കരയിലെ സിംബിസിർക്ക് പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ജസ്റ്റ് കേട്ടാ മതി ഒന്ന്. 1870-ലാണ് വോൾഗ നദിക്കരയിലുള്ള സിംബിസിർക്ക് പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്. വ്ളാദിമർ ഇല്ലിച്ച് ഉല്യനോവ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ആ യഥാർത്ഥ പേരൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. കാരണം സാധാരണയായിട്ട് പലപ്പോഴും ഈ നമ്മുടെ ആരെയാണ്, സോണിയാഗാന്ധിയുടെ യഥാർത്ഥ പേര് ചോദിച്ചിട്ടുണ്ട്, രജനീകാന്തിന്റെ യഥാർത്ഥ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലെ, വൈകുണ്ഠസ്വാമിയുടെ യഥാർത്ഥ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ലെനിന്റെയും, കാരണം റഷ്യൻ വിപ്ലവമൊക്കെ നമുക്ക് പഠിക്കാനുള്ളതല്ലേ, അപ്പൊ അദ്ദേഹത്തിന്റെ ആ യഥാർത്ഥ പേരൊന്ന് ശ്രദ്ധിച്ചു വെക്കാം. വ്ളാദിമർ അല്ലെ, റഷ്യക്കാർക്ക് എല്ലാവർക്കും വ്ളാദിമർ എന്നുള്ളൊരു പേരുണ്ടാവും. വ്ളാദിമർ ഇല്ലിച്ച് ഉല്യനോവ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. സൈബീരിയൻ പ്രവാസ കാലത്ത് ലെന എന്ന നദീതീരത്ത് താമസിച്ചതിനാലാണ് ലെനിൻ എന്ന പേര് സ്വീകരിച്ചത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ പേരിൽ നിന്നും ലെനിൻ എന്ന പേര് ലഭിച്ചത്? സൈബീരിയൻ പ്രവാസ കാലത്ത് അദ്ദേഹം ലെന എന്ന നദിയുടെ തീരത്ത് താമസിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ ലെന എന്ന നദിയിൽ നിന്നാണ് അദ്ദേഹത്തിന് ലെനിൻ എന്നുള്ള പേര് ലഭിച്ചത്. 1917 റഷ്യയിൽ നടന്ന ഒക്ടോബർ വിപ്ലവത്തിന്, ഫെബ്രുവരി വിപ്ലവമുണ്ട്, ഒക്ടോബർ വിപ്ലവമുണ്ട് അല്ലെ, അതിലെ ഒക്ടോബർ വിപ്ലവത്തിന് നേതൃത്വം നൽകി മുൻ സോവിയറ്റ് യൂണിയന്റെ ശില്പിയാണ് അല്ലെ. മുൻ സോവിയറ്റ് യൂണിയന്റെ ശില്പി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെനിന്റെ പേരാണ് പറയുക. ഇനി അദ്ദേഹത്തിന്റെ മൃതദേഹം എംബാം ചെയ്തിട്ട് മോസ്കോയിലെ ലെനിൻ മുസോളിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ മരിച്ചത് നമുക്ക് എന്നാണെന്നറിയാലോ. ഇപ്പൊ 100 വർഷം തികഞ്ഞു എന്നുണ്ടെങ്കിൽ 1924-ലാണ് അദ്ദേഹം മരിച്ചത്. 1924-ലാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിന്റെ 53ാമത്തെ വയസ്സിലാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ മൃതദേഹം എംബാം ചെയ്തിട്ട് മോസ്കോയിലുള്ള ലെനിൻ മുസോളിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് ലിയോ ടോൾസ്റ്റോയിയെ വിശേഷിപ്പിച്ചത് ലെനിനാണ്. അപ്പൊ ഇതും കൂടി ശ്രദ്ധിക്കാം. റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് ലിയോ ടോൾസ്റ്റോയിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ലെനിനാണ്. ടോൾസ്റ്റോയിയെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് ലെനിനാണ്. അപ്പൊ ലെനിനെ കുറിച്ച് എന്തൊക്കെ നമ്മൾ പറഞ്ഞു? 2020 അദ്ദേഹത്തിന്റെ 150ാം ജന്മവാർഷികം നമ്മൾ ആചരിച്ചു. ഇപ്പോൾ 2024 അദ്ദേഹത്തിന്റെ 100ാമത്തെ ചരമവാർഷികവും നമ്മൾ ആചരിച്ചു. അദ്ദേഹം ജനിച്ചത് 1870-ലാണ്.
വോൾഗ നദിക്കരയിലെ സിംബിസിർക്ക് പട്ടണത്തിലാണ് ജനനം. വ്ളാദിമർ ഇല്ലിച്ച് ഉല്യനോവ് എന്നായിരുന്നു യഥാർത്ഥ പേര്. സൈബീരിയൻ പ്രവാസകാലത്ത് ലെന എന്ന നദീതീരത്ത് താമസിച്ചതിനാലാണ് അദ്ദേഹം ലെനിൻ എന്ന പേര് സ്വീകരിച്ചത്. 1917 റഷ്യയിൽ നടന്ന ഒക്ടോബർ വിപ്ലവത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. മുൻ സോവിയറ്റ് യൂണിയന്റെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 1924 53-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. മൃതദേഹം എംബാം ചെയ്ത് മോസ്കോയിലെ ലെനിൻ മുസോളിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 2020 ലെനിന്റെ എത്രാമത്തെയാണ് 150-ാമത്തെ ജന്മവാർഷികമാണ് നമ്മൾ ആഘോഷിച്ചത്. റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് ടോൾസ്റ്റോയിയെ വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അതും ലെനിൻ ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2024 ഓസ്കർ പുരസ്കാരത്തിനായി ഡോക്യുമെന്ററി വിഭാഗത്തിൽ മത്സരിച്ച ഇന്ത്യയിൽ നിന്നുള്ള ചിത്രം ഏതാണ്? ഡോക്യുമെന്ററി വിഭാഗത്തിൽ മത്സരിച്ചത് ടു കിൽ എ ടൈഗർ എന്നുള്ള ചിത്രമായിരുന്നു. ടു കിൽ എ ടൈഗർ മുമ്പ് കഴിഞ്ഞ വർഷം നമുക്ക് ഓസ്കർ അവാർഡ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അല്ലെ, ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം കാറ്റഗറിയിലെ അല്ലെ, ബെസ്റ്റ് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം എന്നുള്ള കാറ്റഗറിയിലും നമുക്ക് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം ഓസ്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഡോക്യുമെന്ററിക്കാണ്? എലഫന്റ് വിസ്പേഴ്സ് എന്നുള്ള ഡോക്യുമെന്ററിക്ക് അല്ലെ, എലഫന്റ് വിസ്പേഴ്സ് എന്നുള്ള ഡോക്യുമെന്ററിക്ക് നമുക്ക് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു? ഓസ്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എലഫന്റ് ആണ്, ഇവിടെ ടൈഗർ ആണ്. എലഫന്റ് വിസ്പേഴ്സ് എന്നുള്ളതാണ് അവിടുത്തെ പേര്. ഇവിടുത്തെ എന്താണ്? ടു കിൽ എ ടൈഗർ എന്നുള്ളതാണ്. അതിന്റെ സംവിധായിക ആരാണെന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഇന്ത്യൻ കനേഡിയൻ സംവിധായികയാണ്. പേര് നിഷ പഹൂജ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിഷ പഹൂജയാണ് ആ ചിത്രം ഒരുക്കിയത്. അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം 20-ലധികം അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ആ ചിത്രം നേടിയിട്ടുണ്ട്. 20-ലധികം അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ആ ചിത്രം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു വെക്കണം. മാത്രവുമല്ല, ഇതൊരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി എടുത്ത ഒരു ഡോക്യുമെന്ററിയാണ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ എലഫന്റ് വിസ്പേഴ്സ് എന്നുള്ളതും ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി എടുത്തതാണ് അല്ലെ. അതായത് ബെല്ലി എന്നൊരു വനിതയും അവരുടെ ഭർത്താവായിട്ടുള്ള ബെല്ലി എന്ന വനിതയും അവരുടെ ഭർത്താവായിട്ടുള്ള ബൊമ്മൻ, ഇവർക്ക് 2 വർഷം മുമ്പ് തൊപ്പക്കാട്ടിൽ നിന്നും 2 ആനകളെ കിട്ടി. 2 ആനക്കുട്ടികളെ കിട്ടി. ആരോ ഉപേക്ഷിച്ച്, അതായത് അതിന്റെ അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് 2 ആനക്കുട്ടികളെ കിട്ടി. ബൊമ്മി എന്നും രഘു എന്നും പേര് നൽകിക്കൊണ്ട് ആ 2 ആനക്കുട്ടികളെ അവർ വളർത്തി അല്ലെ. ആരൊക്കെയാണ്? ബെല്ലിയും ഭർത്താവ് ബൊമ്മനും കൂടിയിട്ട് 2 ആനക്കുട്ടികളെ വളർത്തില്ലേ. ഈ ബെല്ലി ഈ എലഫന്റ് വിസ്പേഴ്സിൽ ഉള്ള കഥാപാത്രമാണ് ബെല്ലി എന്നുള്ളത്. ഇവർക്ക് നമ്മുടെ തമിഴ്നാട് സർക്കാർ തമിഴ്നാട്ടിലെ ആദ്യത്തെ വനിതാ പാപ്പാൻ അല്ലെങ്കിൽ പാപ്പാന്റെ സഹായിയായിട്ട് നിയമിക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ നേരത്തെ ഒരു പാപ്പാന്റെ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാൻ എന്ന് പറഞ്ഞ് പഠിച്ചത് നമ്മൾ ആരാണ്? പാർവതി ബറുവനെയാണ് പഠിച്ചത്. ഇത് നമ്മുടെ തമിഴ്നാട് സർക്കാർ നീലഗിരി മുതലമട ടൈഗർ റിസർവ് ഉണ്ട്. ജസ്റ്റ് കേട്ടാ മതി. നീലഗിരി മുതലമട ടൈഗർ റിസർവില് പാപ്പാന്റെ സഹായിയായിട്ട് ബെല്ലിയെ നിയമിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സർക്കാർ ജോലി നൽകിയതാണ് അല്ലെ. അപ്പൊ ബെല്ലി ആരാന്നറിയാലോ? ആ സിനിമയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. എലഫന്റ് വിസ്പേഴ്സ് എന്നുള്ള സിനിമയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ബെല്ലി എന്നുള്ളത്. അപ്പൊ അവിടെ നമ്മുടെ ഡോക്യുമെന്ററി എലഫന്റ് വിസ്പേഴ്സ് ആണ്. ഇവിടെ എന്താണ്? ടൈഗർ ആണ്. ടു കിൽ എ ടൈഗർ എന്നുള്ളതാണ്. ഇനി ഇതും ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്ററിയാണ്. അതായത് ജാർഖണ്ഡിലെ ഒരു 13-കാരിയെ 2017 കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. ആ സംഭവവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററിയാണ് ടു കിൽ എ ടൈഗർ എന്നുള്ളത്. അപ്പൊ 2 ഡോക്യുമെന്ററിയും ശ്രദ്ധിക്കാം. 2023 നമുക്ക് ഓസ്കർ പുരസ്കാരം ലഭിച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമാണ് ഏത്? എലഫന്റ് വിസ്പേഴ്സ് എന്നുള്ളത്. 2024 ഓസ്കർ പുരസ്കാരത്തിന് വേണ്ടി മത്സരിച്ച ഡോക്യുമെന്ററിയാണ് ടു കിൽ എ ടൈഗർ എന്നുള്ളത്. ഇന്ത്യൻ കനേഡിയൻ സംവിധായികയായിട്ടുള്ള നിഷ പഹൂജയാണ് ചിത്രം ഒരുക്കിയത്. 20-ലധികം അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ഈ ചിത്രം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. ജാർഖണ്ഡിലെ ഒരു 13-കാരിയെ 2017 കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ സംഭവത്തെ തുടർന്ന് എടുത്ത ഡോക്യുമെന്ററിയാണ് ഇത് എന്നുള്ള കാര്യവും അവിടെ ഓർത്തിരിക്കുക. ഇനി അടുത്തത്, കേരളത്തിൽ ആദ്യമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രോസസ്സറിന്റെ പേര്? AI പ്രോസസ്സർ അല്ലെ. നമ്മളിത് മുമ്പ് ഡിസ്കസ് ചെയ്താണ്. അതായത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഈ കമ്പ്യൂട്ടർ എന്നുള്ള ഭാഗത്തുനിന്നും
ഈ ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട്. കറണ്ട് അഫയേഴ്സിലെ കമ്പ്യൂട്ടർ ചോദ്യങ്ങൾ എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. അതേപോലെ തന്നെ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്ത് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചെയ്തിട്ടുണ്ട്, ബഹിരാകാശവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞിട്ടുള്ള ചോദ്യമായിരുന്നു ഇത്. നമുക്കൊന്നും കൂടി നോക്കാം, അത് ഇമ്പോർട്ടന്റ് ആണ്. കേരളം ആദ്യമായി വികസിപ്പിച്ചെടുത്ത നിർമ്മിത ബുദ്ധി എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. ആ AI പ്രോസസ്സറിന്റെ പേരെന്തെന്നാണ്? കൈരളി. കേരളമല്ല വികസിപ്പിച്ചെടുത്ത്, അതുകൊണ്ട് തന്നെ കൈരളി എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത്. ഇനി ഇത് ഏത് സർവകലാശാലയാണ് വികസിപ്പിച്ചെടുത്തതെന്ന് ചോദിച്ചാൽ കേരള ഡിജിറ്റൽ സർവകലാശാല അല്ലേ? വേറെ ആർക്കെങ്കിലും ഒരു AI പ്രോസസ്സറൊക്കെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് ഇത് വികസിപ്പിച്ചെടുത്തത് എന്നുള്ള കാര്യം കൂടിയും ഓർത്തിരിക്കാം. രാജ്യത്ത് ഒരു സർവകലാശാല ആദ്യമായിട്ടാണ് ഇത്തരം ഒരു നേട്ടം സ്വന്തമാക്കുന്നത്. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു സർവകലാശാല ഇത്തരം നേട്ടം കൈവരിക്കുന്നത്. അപ്പൊ സർവകലാശാലയുമായി ബന്ധപ്പെട്ട്, കേരളത്തിലെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനോടകം പല ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ. ഒന്നാമത്തെ കാര്യം നാം ഫസ്റ്റ് തന്നെ പറഞ്ഞത് ആർത്തവ അവധി പ്രഖ്യാപിച്ച ഇത് സർവകലാശാല ഏതെന്നുള്ളൊരു ചോദ്യം അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആർത്തവമായി കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ, പെയിൻ മൂലം നമുക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ക്യുസാറ്റ് അല്ലെ, ക്യുസാറ്റ് എന്ന് പറഞ്ഞാൽ സാറ്റ് ഉണ്ടല്ലോ, സിറ്റ് സാറ്റ് ഇല്ലേ അല്ലെ, സിറ്റ് അല്ലെ. അപ്പൊ സാറ്റ് എന്നുള്ള വാക്ക് അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ സാറ്റ്, ഇരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, ആർത്തവമായി കഴിഞ്ഞാൽ ഇരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിൽ നമുക്ക് ക്യുസാറ്റ് അഥവാ കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ആർത്തവ അവധി പ്രഖ്യാപിച്ചത്. അതേപോലെ തന്നെ മറ്റൊരു സർവകലാശാല ഓംബുഡ്സ്മാനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വിദ്യാർത്ഥികൾക്ക് നേരിട്ട് പരാതി നൽകാൻ അല്ലെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ടെങ്കിൽ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഓംബുഡ്സ്മാനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല എന്ന് പറയുന്നത് കേരള സാങ്കേതിക സർവകലാശാല. അപ്പൊ വിദ്യാർത്ഥികളുടെ പരാതി പരിഹാരത്തിന് ഓംബുഡ്സ്മാനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതെന്ന് ചോദിച്ചാല് കേരള സാങ്കേതിക സർവകലാശാലയാണ്. ഇനി ഈ സർവകലാശാലയുടെ ഓംബുഡ്സ്മാൻ ആയിട്ട് ആദ്യമായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ധർമ്മരാജ് അഡാട്ടാണ്. നമുക്കൊരു ധർമ്മരാജനെ അറിയാലോ, ധർമ്മരാജൻ അല്ലെ, സിനിമാ നടൻ ധർമ്മരാജൻ. അപ്പൊ അദ്ദേഹമാണെന്ന് വെറുതെ, അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ തന്നെ അല്ലേ പേര്, അതങ്ങാനാണെന്ന് നിങ്ങൾ വെറുതെ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ധർമ്മരാജ് അഡാട്ട് എന്നുള്ളതാണ് ഈ ഓംബുഡ്സ്മാൻ ആയിട്ട് ആദ്യമായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? വിദ്യാർത്ഥികളുടെ പരാതി പരിഹരിക്കുന്നതിന് ഓംബുഡ്സ്മാനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള സാങ്കേതിക സർവകലാശാലയാണ്. അതിന്റെ ആദ്യത്തെ ഓംബുഡ്സ്മാൻ ആരെന്ന് ചോദിച്ചാൽ അത് ധർമ്മരാജ് അഡാട്ടാണെന്നും കൂടി ഓർത്തിരിക്കുക. അതേപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് രക്തദാനത്തിന് അവധിയും അറ്റൻഡൻസും പ്രഖ്യാപിച്ച സർവകലാശാല, രക്തദാനം നൽകുന്നതിന് വേണ്ടിയിട്ട് അവധിയും നൽകും അറ്റൻഡൻസും നൽകും. അതേത് സർവകലാശാലയാണ്? കേരള സർവകലാശാലയാണ് അവധിയും അറ്റൻഡൻസും നൽകുന്നത്. അതേപോലെ തന്നെ ഒരു സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരത്തിന് ഡോക്ടർ BR അംബേദ്കറുടെ പേര് നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരത്തിന് നമ്മൾ BR അംബേദ്കറുടെ പേര് നൽകിയിട്ടുണ്ടായിരുന്നു. അത് ഏത് സർവകലാശാലയ്ക്കാണ്? കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയ്ക്കാണ്. അപ്പൊ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇപ്പൊ തന്നെ പഠിച്ചു പോകുക, ഇനി ഒരിക്കലും തെറ്റ് വരാൻ പാടില്ല. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് AI പ്രോസസർ വികസിപ്പിച്ചെടുത്ത സർവകലാശാലയുടെ പേരാണ്. അതേതാണ്? കേരള ഡിജിറ്റൽ സർവകലാശാലയാണ്. ആദ്യമായിട്ടാണ് രാജ്യത്ത് തന്നെ ഇങ്ങനൊരു സർവകലാശാല ഈ നേട്ടം കൈവരിക്കുന്നത്. അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത് പറഞ്ഞ കാര്യം ആർത്തവ അവധി പ്രഖ്യാപിച്ച സർവകലാശാലയാണ്. അത് കുസാറ്റ് അഥവാ കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ്. പിന്നെ പറഞ്ഞത് ആദ്യമായിട്ട് വിദ്യാർത്ഥികളുടെ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി ഓംബുഡ്സ്മാനെ നിയമിച്ച സർവകലാശാലനെ പറ്റിയാണ്. അത് കേരള സാങ്കേതിക സർവകലാശാലയാണ്. അതിന്റെ ആദ്യത്തെ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ധർമ്മരാജ് അഡാട്ടാണ്. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് രക്തദാനത്തിന് അവധിയും അറ്റൻഡൻസും പ്രഖ്യാപിച്ച സർവകലാശാല കേരള സർവകലാശാലയാണ്. അതേപോലെ തന്നെ ഒരു സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരത്തിന് ഡോക്ടർ BR അംബേദ്കറുടെ പേര് നൽകി. അത് ഏത് സർവകലാശാലയ്ക്കാണെന്ന് ചോദിച്ചാൽ അത് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയ്ക്കാണ്. അപ്പൊ ഇത്രയും സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഇത്രയും ചോദ്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട നിയമങ്ങൾ പറയാം. അതായത് കുറെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പൊ അടുത്ത് കുറച്ചും കൂടി വിവാദമായി തീർന്ന പല നിയമങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. ഒന്നാമത്തെ ചോദ്യം, പൗരത്വ നിയമ ഭേദഗതിയിലെ ചട്ടങ്ങൾ
2024 മാർച്ച് 11 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. എന്താണ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് അതായത് 1955 പൗരത്വ നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. 1955 പൗരത്വ ഭേദഗതി പൗരത്വ നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ടാണ് പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ 2024 മാർച്ച് 11 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ആരൊക്കെയാണ് ഇന്ത്യൻ പൗരന്മാർ എന്ന് മാത്രമേ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ മറ്റ് വ്യവസ്ഥകളൊന്നും തന്നെ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല അല്ലെ. ഈ 1955 പൗരത്വ നിയമത്തിലൂടെയാണ് നമ്മൾ വ്യവസ്ഥകൾ പൗരത്വം സ്വീകരിക്കാനും പൗരത്വം പരിത്യജിക്കാനും മായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ എത്ര വർഷം ഇവിടെ താമസിച്ചാലാണ് പൗരത്വം നൽകേണ്ടത് തുടങ്ങിയ എല്ലാ വ്യവസ്ഥകളും നമ്മൾ 1955 പൗരത്വ നിയമത്തിലൂടെയാണ് കൊണ്ടുവന്നത്. അപ്പൊ ഈ നിയമത്തിൽ ഭേദഗതികൾ വരുത്തിക്കൊണ്ടാണ്, ഇതിന് ശേഷം പല സമയത്തും ഭേദഗതികൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യത്തെ ഭേദഗതി എന്ന് പറഞ്ഞത് കുറച്ചും കൂടി വിവാദമായ ഭേദഗതിയാണ്. കാരണം എന്താണ്? അതിൽ പൗരത്വം നൽകുന്നതിൽ നിന്ന് മുസ്ലിം ജനവിഭാഗത്തെ ഒഴിവാക്കി നിർത്തി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഒരു വിവാദത്തിന് കാരണമായത്. അപ്പൊ എന്തൊക്കെയാണ് ഈ ചട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്? പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ 2024 മാർച്ച് 11 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഈ 3 രാജ്യങ്ങൾ ശ്രദ്ധിക്കുക. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഇത് 3 മുസ്ലിം രാജ്യങ്ങളായിട്ടാണ് പറയുന്നത്. പാകിസ്ഥാന്, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഈ രാജ്യങ്ങളിൽ നിന്നും മതവിവേചനത്തിനിരയായി പുറത്താക്കപ്പെട്ടവർക്ക്, ഈ രാജ്യങ്ങളിൽ നിന്നും മതവിവേചനത്തിനിരയായിട്ട്, അപ്പൊ ഈ 3 രാജ്യങ്ങളും മുസ്ലിം രാജ്യമായിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു മതേതര രാജ്യമാണ്. നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ പൗരന് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം, ഏത് മതത്തിന്റെ ആചാരങ്ങൾ വേണമെങ്കിലും പിന്തുടരാം. പക്ഷെ നമ്മുടെ രാഷ്ട്രത്തിന് ഒരു മതമില്ല എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് അങ്ങനെയല്ല. പല രാഷ്ട്രങ്ങൾക്കും ഇപ്പൊ നമുക്കറിയാം, പാലസ്തീൻ, അതേപോലെ തന്നെ ഇറാന്, അല്ല നമുക്കിപ്പോ വേറെ ഏത് യൂറോപ്യൻ കൺട്രീസ് എടുത്തു കഴിഞ്ഞാലും അവർക്കൊരു ഔദ്യോഗിക മതം ഉണ്ടെന്ന് പറയാൻ സാധിക്കും അല്ലെ. അപ്പൊ അതേപോലെ നമ്മുടെ ഈ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്ന് പറയുന്നത് മുസ്ലിം രാഷ്ട്രങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ രാഷ്ട്രങ്ങളില് മതവിവേചനത്തിന് ഇരയായിട്ട് പുറത്താക്കപ്പെട്ടവർക്ക്, മതവിവേചനത്തിനിരയായി പുറത്താക്കപ്പെട്ടവർക്ക് 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലെത്തിയ മുസ്ലിം ഒഴികെയുള്ള ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി, ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നു എന്നുള്ളതാണ് നിയമം. എന്താണ് പറഞ്ഞത്? ഈ 3 രാജ്യങ്ങളിൽ നിന്നും മതവിവേചനത്തിനിരയായിട്ട് പുറത്താക്കപ്പെട്ട മുസ്ലിം ഒഴികെയുള്ള ഏതൊക്കെ വിഭാഗങ്ങളാണ്? ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഏത് ദിവസത്തിന് മുമ്പ് വരണം? 2014 ഡിസംബർ 31 മുമ്പ് എത്തണം. 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിൽ എത്തിയിട്ടുള്ള വിഭാഗക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നു എന്നുള്ളതാണ് ഈ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. മുമ്പ് കുറഞ്ഞത് 11 വർഷമെങ്കിലും ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയിരിക്കണം. ഇപ്പോഴത് കുറച്ചിട്ട് 6 വർഷമാക്കി ചുരുക്കിയിട്ടുണ്ട്. ഇനി ഈ നിയമം ആദ്യമായിട്ട് 2016 ജൂലൈ 19 ലോകസഭയിൽ അവതരിപ്പിച്ചത്. അപ്പൊ 2016 ആദ്യമായിട്ട് ലോകസഭയിൽ അവതരിപ്പിച്ചത്. പക്ഷെ ഇത് ലോകസഭ പാസ്സാക്കിയത് 2019 2019 ഡിസംബർ 10. ഡിസംബർ 10 അറിയാലോ, മനുഷ്യാവകാശ ദിനമാണ് അല്ലെ. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമാണ്. അന്നാണ് ഈ നിയമം ലോകസഭ പാസ്സാക്കിയത്. 2019 ഡിസംബർ 10 ഈ നിയമം ലോകസഭ പാസ്സാക്കിയത്. അത് പഠിച്ചാൽ പിന്നെ നമുക്ക് എല്ലാ ഡേറ്റും പഠിക്കാൻ എളുപ്പമാണ്. തൊട്ട് പിന്നത്തെ ദിവസം 2019 ഡിസംബർ 11 രാജ്യസഭ പാസ്സാക്കി. 2019 ഡിസംബർ 12 നമ്മുടെ രാഷ്ട്രപതി ഇതിൽ ഒപ്പുവെക്കുകയും ചെയ്തു. രാഷ്ട്രപതിയായിട്ട് ഒപ്പുവെച്ചത് രാംനാഥ് കോവിന്ദാണ്. ആ സമയത്ത് രാഷ്ട്രപതിയായിരുന്നത് രാംനാഥ് കോവിന്ദാണ്. അദ്ദേഹം ഒപ്പുവെച്ചു. അതോടുകൂടി ഇത് നിയമമായി മാറി. അപ്പൊ നിയമത്തിൽ പരാമർശിക്കുന്ന 3 രാജ്യങ്ങളിൽ മുസ്ലിം മതപീഡനം നേരിടുന്നില്ല, അതുകൊണ്ടാണ് അവരെ ഒഴിവാക്കിയത് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അപ്പൊ ആ ഡേറ്റ് ഓർത്തു വെക്കുക. 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലെത്തിയവർക്കാണ് നൽകുന്നത്. 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലെത്തിയവർക്കാണ് നൽകുന്നത്. അതിൽ ഏതൊക്കെ മതവിഭാഗങ്ങൾ പെടും? മുസ്ലിം ഒഴികെ ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ മതവിഭാഗങ്ങളാണ് ഇതിൽ മതവിഭാഗങ്ങൾക്കാണ് നൽകുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഓർത്തിരിക്കുക. അടുത്ത നിയമം എന്ന് പറയുന്നത്
ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സമിതി അല്ലെ, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സമിതി, വൺ നേഷൻ വൺ ഇലക്ഷൻ കമ്മിറ്റി, അതിന്റെ ശുപാർശകൾ രാഷ്ട്രപതിക്ക് സമർപ്പിച്ചു. പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സമിതി, വൺ നേഷൻ വൺ ഇലക്ഷൻ കമ്മിറ്റി എന്ന് അതിന്റെ ശുപാർശകൾ രാഷ്ട്രപതിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശുപാർശയല്ല, ശുപാർശയാണ്. ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചും 100 ദിവസങ്ങൾക്കു ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പും നടത്തുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇപ്പൊ നമുക്കറിയാലോ, ലോകസഭാ തെരഞ്ഞെടുപ്പ് ഒരു സമയത്ത് നടത്തുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് മറ്റൊരു സമയത്ത് നടത്തുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്, അതായത് നമ്മുടെ പഞ്ചായത്തുകളിലേക്ക്, കോർപ്പറേഷനുകളിലേക്ക്, മുനിസിപ്പാലിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അല്ലെ, ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് മറ്റൊരു സമയത്ത് നടത്തുന്നു. മൂന്ന് സമയത്താണ് നടത്തുന്നത്. അതിനു പകരം ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണം. ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണം. 100 ദിവസങ്ങൾക്ക് ശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നടത്തുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ശുപാർശ. എന്താണ്? ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണം. എന്നാൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണങ്ങളുടെ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് 100 ദിവസത്തിന് ശേഷവും നടത്തുക. തെരഞ്ഞെടുപ്പുകൾ ഏകീകരിക്കാനുള്ള ഭരണഘടനയിൽ 82A അനുച്ഛേദം ഉൾപ്പെടുത്തും. അപ്പൊ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം കൂടി ഏകീകരിക്കാൻ വേണ്ടിയിട്ട് ഭരണഘടനയിൽ ഏത് അനുച്ഛേദമാണ് ഉൾപ്പെടുത്താൻ പോകുന്നത്? 82A. 82A എന്നുള്ള വകുപ്പാണ് ഉൾപ്പെടുത്താൻ പോകുന്നത്. ഭേദഗതികൾ നിലവിൽ വരുന്നത് മുതൽ നിയമസഭ, തദ്ദേശ ഭരണ സമിതി എന്നിവയുടെ കാലാവധി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ മാത്രമാക്കണമെന്നും ശുപാർശയിലുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഒരുമിച്ചാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വരണം? ഈ നിയമം വന്നു കഴിഞ്ഞാല് ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ നിയമസഭയുടെ കാലാവധി, നിയമസഭയുടെയും അതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കാലാവധി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ മാത്രമായിരിക്കും. അപ്പൊ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തും. മനസ്സിലായില്ലേ? മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയില് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, അധീർ രഞ്ജൻ ചൗധരി, ഗുലാം നബി ആസാദ്, NK സിൻഹ്, സുഭാഷ് സി കശ്യപ്, ഹരീഷ് സാൽവെ, സഞ്ജയ് കോത്താരി എന്നിവരെല്ലാം അംഗങ്ങളായിരുന്നു. ഇതൊന്നും പഠിക്കേണ്ട. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആണ് അതിന്റെ അധ്യക്ഷനായിരുന്നത് എന്ന കാര്യം മാത്രം നിങ്ങൾ അവിടെ ഓർത്തു വെച്ചാൽ മതി. നമ്മളപ്പോ എന്താണ് പറഞ്ഞത്? ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സമിതി, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സമിതി, വൺ നേഷൻ വൺ ഇലക്ഷൻ കമ്മിറ്റി എന്നുള്ള ശുപാർശ രാഷ്ട്രപതിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ലോക്സഭയും നിയമസഭ ഇലക്ഷൻസ് ഒരുമിച്ച് നടത്തണം. 100 ദിവസത്തിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തണം. 82A എന്നുള്ള വകുപ്പാണ് ഭരണഘടനയിൽ ഇതുമായിട്ട് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇനി ഈ ഭേദഗതി നിലവിൽ വന്നു കഴിഞ്ഞാൽ നിയമസഭയുടെയും തദ്ദേശ ഭരണ സമിതിയുടെയും കാലാവധി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ മാത്രമായിരിക്കും. ഇത് ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ തലവൻ എന്ന് പറയുന്നത് രാംനാഥ് കോവിന്ദ് ആയിരുന്നു. അത്രയും കാര്യങ്ങളെ നിങ്ങൾക്ക് അവിടെ ശ്രദ്ധിക്കാനുള്ളൂ. അടുത്തൊരു നിയമം കൂടി പറയാണ്. അതായത് പൊതുപരീക്ഷ അന്യായ മാർഗങ്ങൾ തടയൽ ബില്ല് ലോക്സഭ പാസാക്കി. പൊതുപരീക്ഷ അന്യായ മാർഗങ്ങൾ തടയൽ ബില്ല് ലോക്സഭ പാസാക്കി. അതായത് ഇപ്പോൾ ഈ നീറ്റിന്റെ ഒക്കെ പ്രശ്നങ്ങൾ അല്ലെ, നമുക്ക് ന്യൂസ് പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നീറ്റിന്റെ പ്രശ്നങ്ങളാണ് മുഴുവനും അല്ലെ. പരീക്ഷാ പേപ്പറിന്റെ ചോർച്ചയും അതുമായി ബന്ധപ്പെട്ടും നീറ്റ് ഇപ്പോൾ അത്ര നീറ്റല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. പൊതുപരീക്ഷ അന്യായ മാർഗങ്ങൾ തടയൽ ബില്ലാണ് ലോക്സഭ പാസാക്കിയത്. 2024 ഫെബ്രുവരി 6 പാസാക്കിയത്. ഈ ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് അവതരിപ്പിച്ചത്. അപ്പൊ ഈ നിയമം ഇപ്പൊ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം നീറ്റുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും അല്ലെ നമ്മളിപ്പോ ന്യൂസ് പേപ്പറുകളിൽ സ്ഥിരം കാണുന്നത് കൊണ്ടാണ് പറഞ്ഞത്. ഈ UPSC അതുപോലെ SSC, റെയിൽവേ, നീറ്റ് ഇങ്ങനെയുള്ള കേന്ദ്ര തലത്തിൽ നടക്കുന്ന പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുക എന്നുള്ളതാണ് ഈ ബില്ലിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അപ്പൊ ഇത്തരത്തിലെ എന്തെങ്കിലും ക്രമക്കേടുകൾ, അതായത് OMR ഷീറ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അതിന് എക്സാമിന് വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളിൽ എന്തെങ്കിലും തിരിമറികൾ കാണിക്കുക, അല്ലെങ്കിൽ മറ്റ് ഇപ്പൊ അതിന് നിൽക്കുന്ന ഇതുണ്ടല്ലോ നമ്മുടെ അധ്യാപകര് ആ ഉദ്യോഗാർത്ഥികളെ മറ്റെന്തെങ്കിലും രീതിയിൽ സഹായിക്കുക. ഇനി അവരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത്, അവരുടെ എലിജിബിലിറ്റി ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് എന്തെങ്കിലും കൃത്രിമത്വം കാണിക്കുക, ഇതുമായി ബന്ധപ്പെട്ട അല്ലെ അതിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടല്ല അല്ലെങ്കിൽ ആ എക്സാമുമായി ബന്ധപ്പെട്ട എന്തൊരു കാര്യത്തിലും കൃത്രിമം കാണിച്ചാലും എന്തുണ്ട്? ശിക്ഷയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്തരം കേസുകളിൽ പരമാവധി 10 വർഷം തടവും 1 കോടി രൂപ വരെ 1 കോടി രൂപ പിഴയും ചുമത്തുന്നതിന് ബിൽ നിർദ്ദേശിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ
ഇത്തരത്തിലുള്ള കേസുകളിൽ പരമാവധി 10 വർഷം തടവും 1 കോടി രൂപയാണ്, 1 കോടി രൂപ പിഴയും വരെ ചുമത്താൻ ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് അവിടെ ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഒരു വളരെയധികം വിവാദമായിരിക്കുന്ന മറ്റൊരു ബില്ലാണ് രാജ്യത്ത് ഏക സിവിൽ കോഡ് അല്ലെ, ഏക സിവിൽ കോഡ് കൊണ്ടുവരിക എന്നുള്ളത്. രാജ്യത്ത് ഏക സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡാണ്. രാജ്യത്ത് ഏക സിവിൽ കോഡ് നിയമം കൊണ്ടുവന്ന ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. എന്താണ് ഈ ഏക സിവിൽ കോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്കറിയാം, ഇപ്പോൾ പല നമ്മുടെ നിയമങ്ങളും ഓരോ മതവിഭാഗത്തിനും പലതരത്തിലാണ് അല്ലെ. ഇപ്പോൾ നമ്മുടെ മുസ്ലിം ജനവിഭാഗത്തിനുള്ള നിയമങ്ങളല്ല ഹിന്ദു ജനവിഭാഗത്തിനുള്ളത്. പ്രത്യേകിച്ച് വിവാഹമോചനം, അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, സ്വത്ത് തർക്കം, അതുപോലെ ഭൂമിയുടെ കൈമാറ്റം, ഇതുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളിൽ പല വ്യത്യാസങ്ങളുണ്ട്. നമുക്കറിയാം, ഈ മുസ്ലിം വിഭാഗത്തിൽ തന്നെ അല്ലെ മുത്തലാഖ് എന്നൊരു നിയമം ഉണ്ടായിരുന്നല്ലേ, അതായത് 3 തവണ മൊഴി ചൊല്ലിക്കഴിഞ്ഞാൽ ആ വിവാഹമോചനം നടന്നു എന്നുള്ളതാണ് അവരുടെ മതം പ്രകാരമുള്ള ഒരു നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം നിയമങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തു കളഞ്ഞതാണ്. അത്തരത്തിൽ പല നിയമങ്ങളും ഓരോ മതവിഭാഗത്തിലും, ക്രിസ്ത്യൻ മതവിഭാഗത്തിലാണെങ്കിലും ഹിന്ദു മതവിഭാഗത്തിലാണെങ്കിലും, ഇപ്പൊ ഹിന്ദു മതവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു മാരേജ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടാണ് അവിടെ നിയമങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ശിക്ഷകൾ വിധിക്കുന്നത്. അതേപോലെ തന്നെ ഓരോ മതവിഭാഗത്തിന്റെയും നിയമങ്ങൾക്കനുസരിച്ച് ഓരോരുത്തർക്കുമുള്ള നിയമങ്ങളിൽ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷകൾക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ ഇതൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് വിവാഹമോചനം, പാരമ്പര്യ സ്വത്തുകളുടെയും ഭൂമിയുടെയും കൈമാറ്റം തുടങ്ങിയവയിൽ ജാതി മത സാമുദായിക വേർതിരിവുകൾ ഒന്നും തന്നെ ഇല്ലാതെ എല്ലാ പൗരന്മാർക്കും ഒരേ രീതിയിലുള്ള നിയമം ബാധകമാവുക. എല്ലാ പൗരന്മാർക്കും, അവിടെ ജാതിയോ മതമോ മറ്റൊന്നും തന്നെയില്ല, എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം തന്നെ ബാധകമാകുന്ന സംവിധാനമാണ് ഏക സിവിൽ കോഡ് എന്നുള്ളത്. അപ്പൊ അതും കൂടി അവിടെ ഓർത്തിരിക്കുക. ഉത്തരാഖണ്ഡ് സംസ്ഥാനമാണ് ഇത് ആദ്യമായിട്ട് പാസ്സാക്കിയത്, അല്ലെങ്കിൽ നിലവിൽ വന്നത്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ് ഇത് ആദ്യമായിട്ട് നിലവിൽ വന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ ജസ്റ്റിസ് ഗീത മിത്തൽ അധ്യക്ഷനായ 3-അംഗ സമിതി അടുത്തിടെ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ള കാര്യം. ഈ ഗീത മിത്തൽ നമ്മൾക്കറിയാം, മണിപ്പൂർ പ്രശ്നവുമായി ബന്ധപ്പെട്ട് 2 കമ്മിറ്റികൾ നിയോഗിച്ചിട്ടുണ്ട് അല്ലെ. കേന്ദ്ര സർക്കാർ ഒരു 3-അംഗ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്, അതുപോലെ സുപ്രീം കോടതിയും ഒരു 3-അംഗ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സുപ്രീം കോടതി നിയോഗിച്ച 3-അംഗ കമ്മിറ്റിയിൽ 3 പേരും വനിതകളായിരുന്നു. അതിന്റെ ഹെഡാണ് ഗീത മിത്തൽ എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ മലയാളി ആയിട്ടുള്ള ഒരു അംഗം കൂടി ഉണ്ടായിരുന്നു. അവരുടെ പേര് ആശാ മേനോൻ എന്നാണ്. പിന്നെ ഓരോന്ന് ശാലിനി ജോഷിയാണ്. അപ്പൊ നമ്മളത് അന്ന് ക്ലാസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് സിനിമാ നടികളായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി 3 പേരെയും. കാരണം ഒന്നാമത്തത് ഗീത മിത്തൽ, അപ്പൊ ഗീതു മോഹൻദാസ് ആണെന്ന് വിചാരിക്കുക, ഒന്നാമത്തെ അംഗം. രണ്ടാമത്തത് ആശാ മേനോൻ, ആശാ ശരത് ആണെന്ന് വിചാരിക്കുക. മൂന്നാമത്തത് ശാലിനി ജോഷി, നമ്മൾക്ക് അറിയുന്ന ശാലിനിയിലെ ശാലിനിയാണെന്ന് നമ്മൾ മനസ്സിൽ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്താൽ മതി. ഒന്നാമത്തത് ഗീതു മോഹൻദാസ്, രണ്ടാമത്തത് ആശാ ശരത്, മൂന്നാമത്തത് ആരാണ്? ശാലിനി. അപ്പൊ ഇവര് 3 പേരാണ് അംഗങ്ങളെന്ന് ജസ്റ്റ് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കുള്ള അംഗങ്ങൾ ആരൊക്കെയാണ്? ഗീത മിത്തലാണ് അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. മറ്റേത് ആശാ മേനോൻ, പിന്നെ അതേപോലെ ശാലിനി ജോഷി. അതിൽ ഈ ആശാ മേനോൻ എന്നുള്ളത് മലയാളിയാണ്, ഗീത മിത്തലാണ് ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവര് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ അടുത്താണ് ഇതിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. 2023 ഓഗസ്റ്റ് 7 സുപ്രീം കോടതിയാണ് 3-അംഗ വനിതാ സമിതിയെ നിയോഗിച്ചത്. 2023 ഓഗസ്റ്റ് 7, ആ ഡേറ്റ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സുപ്രീം കോടതിയാണ് ആ കമ്മിറ്റിയെ നിയോഗിച്ചത്. എന്ത് പ്രശ്നമാണ്? കുക്കി മേത്തി സംഘർഷമാണ് അല്ലെ. കുക്കി മേത്തി സംഘർഷത്തെ തുടർന്നിട്ട് പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കും അറിയായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി 3-അംഗ കമ്മീഷനെ നിയോഗിച്ചത്. ഇനി അടുത്ത ചോദ്യം, രാജ്യത്തെ 1 കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതെന്നാണ്? രാജ്യത്തെ 1 കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി എന്ന് പറയുന്നത് PM എന്നുള്ളത് പ്രൈം മിനിസ്റ്റർ സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്നുള്ളതാണ്. പ്രൈം മിനിസ്റ്റർ സൂര്യഘർ. ആ സൂര്യഘർ എന്ന് കാണുമ്പോൾ തന്നെ അറിയാലോ, സൂര്യനെ ഘറിലേക്ക് കൊണ്ടുവരാം. ആ പേര് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അത് സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട്, പുരപ്പുറയിൽ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഒരു തവണയെങ്കിലും കേട്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്ഷൻ ഇന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. PSC നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി പല ഓപ്ഷൻസും തരും. അപ്പൊ ഇതെന്താണ്? രാജ്യത്ത് 1 കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനലുകൾ സ്ഥാപിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രൈം മിനിസ്റ്റർ സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന.
ചിലപ്പോൾ ഇത് മലയാളീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി എന്നും തരാൻ ചാൻസ് ഉണ്ട്. സൂര്യോദയ പദ്ധതി, പ്രധാനമന്ത്രി സൂര്യോദയ പദ്ധതി എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്, പ്രൈം മിനിസ്റ്റർ സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന എന്നുള്ളത്. ഇനി 2024 ജനുവരിയിൽ സ്ഥാനമൊഴിഞ്ഞ മാർഗ്രിത്തെ II ഏത് രാജ്യത്തിന്റെ രാജ്ഞിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാർഗ്രിത്തെ II ഡെൻമാർക്കിന്റെ രാജ്ഞിയാണ്. അപ്പൊ ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മൾ മുമ്പ് ഒരു ചോദ്യം പഠിച്ചിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന രാജാവ് ആരാണ്? എലിസബത്ത് രാജ്ഞിയാണ് അല്ലെ? ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയാണ് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമതിരുന്ന വ്യക്തി ഈ മാർഗിത്തെ രണ്ടാണ്. 51 വർഷം രാജ്ഞിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അവർ ഈ ഇടയ്ക്ക് എന്തായി? സ്ഥാനമൊഴിഞ്ഞു. ഇനി അവർ ഏത് രാജ്യത്തെ ഇത് രാജ്ഞിയാണെന്ന് ചോദിച്ചാൽ ഡെൻമാർക്ക്. പഠിക്കാൻ വളരെ സുഖമാണ്. മാർഗ്രിത്തെ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു മാർക്ക് ഉണ്ട് അല്ലേ? മാർഗ്രിത്തെ ഒരു മാർക്ക് ഉണ്ടല്ലോ, ഡെൻമാർക്കാണ്. പിന്നെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്, എന്തെന്നറിയോ? ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള ജനങ്ങൾ താമസിക്കുന്ന 10 രാജ്യങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനം ഡെൻമാർക്കിനാണ്. ഏറ്റവും സന്തോഷമുള്ള അല്ലെ, ഹാപ്പി ഇൻഡെക്സിൽ 2ാം സ്ഥാനമാണ് ഡെൻമാർക്കിന്. ഫസ്റ്റത്തെ സ്ഥാനം ആർക്കാണ്? ഫിൻലാൻഡിനാണ് അല്ലെ? എല്ലാവരും ഫൈൻ ആയിട്ടിരിക്കുന്നത് ഫിൻലാൻഡിലാണ്. അപ്പൊ 1ാം സ്ഥാനം ഫിൻലാൻഡിനാണ്, 2ാം സ്ഥാനം ഡെൻമാർക്കിനാണ്. ഇനി അവരുടെ പുത്രനായിട്ടുള്ള ഫെഡറിക് ആണ് പുതിയ രാജാവ്. അവരുടെ തന്നെ പുത്രനായിട്ടുള്ള ഫെഡറിക് ആണ് പുതിയ രാജാവ്. അപ്പൊ മാർഗ്രിത്തെ II ഏത് രാജ്യത്തെ രാജ്ഞിയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടത്തെ രാജ്ഞിയാണ്? ഡെൻമാർക്കിലെ രാജ്ഞിയാണ്. 51 വർഷം രാജ്ഞിയായിരുന്ന മാർഗ്രിത്തെ ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞി കഴിഞ്ഞാൽ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന വ്യക്തിയാണ്. രണ്ടാമത്തെ വ്യക്തിയാണ് മാർഗ്രിത്തെ II എന്നുള്ളത്. പുത്രനായിട്ടുള്ള ഫെഡറിക് ആണ് പുതിയ രാജാവ്. ലോകത്തെ ഏറ്റവും സമാധാനമുള്ള ജനങ്ങൾ താമസിക്കുന്ന 10 രാജ്യങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനമാണ് ഡെൻമാർക്കിന്. ഫിൻലാൻഡ് ആണ് ആദ്യത്തെ സ്ഥാനത്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാലോ. നമ്മൾ ഒരുവിധം പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് പഠനം ഇവിടെ നിൽക്കുന്നില്ല അല്ലെ? കറണ്ട് അഫയേഴ്സ് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കണം. എക്സാം വരുന്നവരെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ട ക്ലാസ്സുകൾ വീണ്ടും കേട്ട് പഠിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് 20 മാർക്കും അവിടെ നേടാൻ സാധിക്കുകയുള്ളൂ. കാരണം കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നതും ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം നമ്മൾ PSC എവിടെ നിന്ന് എങ്ങനെ ചോദിക്കുന്നു പറയാൻ പറ്റില്ല. ഈ കറണ്ട് അഫയേഴ്സ് പഠനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. എല്ലാ ദിവസവും പഠിക്കുക, എല്ലാ ദിവസവും കേട്ട ക്ലാസ്സുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ആ 20 മാർക്ക് അവിടെ ഷുവറായി കിട്ടും. കറണ്ട് അഫെയറിലെ 20 മാർക്ക്, മലയാളത്തിലെ മാർക്ക്, ഇംഗ്ലീഷിലെ മാർക്ക്, മാത്സിലെ മാർക്ക്, ഇതും എല്ലാ മാർക്കും ഫുള്ളായി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഒറ്റ മാർക്ക് പോലും 1-2 മാർക്ക് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്നു എന്നാണ് അതിനർത്ഥം. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഒട്ടും തന്നെ അതിന് ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടുത്തരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് നൽകി തന്നെ ആ ഭാഗങ്ങൾ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫയേഴ്സ് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും വീണ്ടും കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുമായി വരും. മാക്സിമം ക്ലാസ്സുകളും കോഡ് വെച്ച് തന്നെ പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടാനാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനിങ്ങനെ കോഡ് വെച്ച് പറയുന്നത് നിങ്ങൾക്ക് ഉപകാരമുണ്ടോ? ഇല്ല, ഇനി കോഡ് വെച്ച് പറയണ്ടേ? വെറുതെ പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് അനുബന്ധ വിവരങ്ങളെല്ലാം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ മാത്രം മതിയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്താൽ നിങ്ങളുടെ കമന്റിൽ കൂടിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ കമന്റിൽ കൂടി മാത്രമേ നിങ്ങളുടെ സ്നേഹവും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ദേഷ്യവും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.